പാട്ട് കേട്ടതിനെ ഒരുമിച്ച് സ്തോത്രം ചെയ്യാമോ? സ്തോത്രം, 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹപ്പെട്ട നല്ല സന്ധ്യാസമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവസഭയിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ രാത്രികാലം നമുക്ക് ദൈവസഭയായി കൂടി വരുവാൻ സഹായിച്ചല്ലോ. ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് വേദിയിലായിരിക്കുന്ന ദേവദാസന്മാർ, സദസ്സിലായിരിക്കുന്ന ദേവദാസന്മാർ, പുതിയതായി കടന്നു വന്നിരിക്കുന്നവരുണ്ട്, അവരെല്ലാം ഈ ദൈവസഭയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്ന ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നാം ദൈവവചനം കേൾക്കുവാനുള്ള സമയമാണ്. ഇന്ന് ദൈവവചനം സംസാരിക്കുവാൻ നമ്മുടെ ഇടയിൽ കടന്നു വന്നിരിക്കുന്നത് പാസ്റ്റർ അജോയ് ചാത്തന്നൂർ അവരുകളാണ്. പ്രിയ ദേവദാസനെ ഒരിക്കൽ കൂടെ ദൈവസഭയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ പകൽ സെഷനിൽ പ്രിയ ദേവദാസനെ വളരെ ശക്തമായ പരിശുദ്ധാത്മാവ് എടുത്ത് ഉപയോഗിച്ചു കൊണ്ടിരുന്നു. തുടർന്നും നാം വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മുടെ അവസ്ഥകളെ അറിഞ്ഞ് ദൈവം നമ്മോട് സംസാരിക്കും. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി പാസ്റ്റർ അജോയ് അവരുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ ധന്യ തിരുനാമം ഈ അനുഗ്രഹീതമായ നല്ല രാത്രി വാഴ്ത്തപ്പെടട്ടെ. ഈ അനുഗ്രഹീതമായ പ്രസ്ഥാനത്തിന് മുമ്പിൽ നിന്ന് നയിക്കുന്ന കർത്താവിൽ അനുഗ്രഹീതനായ ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എം എ വർഗീസ് അവറുകൾ, ഈ യോഗം വളരെ നല്ല രീതിയിൽ ലീഡ് ചെയ്ത ബഹുമാന്യ കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് പ്രവർത്തനത്തിൽ മുൻപിട്ട് നിൽക്കുന്ന ദൈവദാസന്മാർ, വിശേഷാൽ തോമസ് ഉട്ടിപ്പാസ്, ഈ സഭയുടെ ആത്മീയ ഭൗതിക വളർച്ചകൾക്ക് മുൻനിരയിൽ നിൽക്കുന്ന ദൈവദാസന്മാരോട് ചേർന്ന് വളരെ ശക്തമായി ദൈവം ഉപയോഗിക്കുന്ന പ്രായമുള്ള പിതാക്കന്മാർ, മാതാക്കൾ, ദൈവമക്കൾ എല്ലാവർക്കും നിങ്ങൾക്ക് ക്രിസ്തുവിൽ വന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വൈകിട്ട് സ്തോത്രം, സമയം വളരെ പരിധിയുണ്ടല്ലോ. ഒത്തിരി ദീർഘിപ്പിക്കുവാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയബോധത്തോടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മോട് സംസാരിക്കട്ടെ എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിത്തെ ചിന്തയ്ക്കായി പകൽ വായിച്ച വേദഭാഗം നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. സവിശേഷമായ ചിന്തയ്ക്കായി യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തുനിന്ന് മഴ പെയ്ത് ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദിവസത്തിൽ അടച്ച് എല്ലാ ഹൃദയങ്ങളും ദിവസത്തിൽ ഏകാഗ്രമാക്കി അരിമനാഥനോടൊന്ന് പ്രാർത്ഥിച്ച് എല്ലാ അധരങ്ങളും തുറന്ന് സ്തോത്രം ചെയ്ത് തുടങ്ങിയാട്ട്. പ്രൈസ് ദി ലോർഡ്. നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യം ആത്മാവിൽ തിരിച്ചറിഞ്ഞ് എല്ലാവരും അല്പസമയം സ്തോത്രം ചെയ്താട്ട്. കഴിഞ്ഞ പകൽ നമ്മെ അനുഗ്രഹിച്ച ദൈവം ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കേണ്ടതിനായി നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ അധരങ്ങളും തുറന്ന് മനഃപൂർവ്വം പ്രാർത്ഥിച്ചാട്ട്. അടുത്തിരിക്കുന്നയാൾ സ്തോത്രം പറയുന്നോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ആര് പ്രാർത്ഥിച്ചാലും ആര് പ്രാർത്ഥിച്ചില്ലെങ്കിലും എനിക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റത്തില്ല. നന്ദിയുള്ള അധരത്തോടെ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക്, ദൈവം നടത്തിയ വഴികൾക്ക് നന്ദിയുള്ള അധരത്തോടെ നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ അധര ജലഘടക മനഗധര മധുരിബിരികതലകറ്റസി. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ നല്ല പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ കർത്താവേ ആലയത്തിൽ കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കുന്ന നല്ല ഭാഗ്യത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ രാത്രിയിലും അങ്ങ് ഞങ്ങളോട് സംസാരിക്കും. വചനത്തിന് ബന്ധനമില്ലല്ലോ. ഇന്ന് രാത്രി വചനം ശുശ്രൂഷിക്കുമ്പോൾ തന്നെ വലിയ വിടുതലുകൾ ഞങ്ങളുടെ ആത്മമണ്ഡലങ്ങളിൽ വെളിപ്പെട്ട് വരുവാൻ സ്വർഗം കാരണമാക്കുന്നതിനായി സ്തോത്രം. ശുശ്രൂഷയ്ക്ക് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ ആധിപത്യങ്ങളെയും ആത്മാവിൽ ഇന്ന് രാത്രി ഞങ്ങൾ ശാസിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി പകരും, മഹത്വം എടുക്കും, ഒരുമിച്ച് അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു തമ്പുരാന്റെ നിസ്തുല്യ നാമത്തിൽ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ പിതാവേ കേൾക്കുമാറാകണമേ. ആമേൻ. സന്തോഷമുള്ള ദൈവമക്കൾ ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ ധന്യ നാമം വാഴ്ത്തപ്പെടട്ടെ. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയബോധത്തോടെ നമുക്ക് ഒരുമിച്ചായിരിക്കാം. ദൈവം ഈ രാത്രി നമ്മളോട് സംസാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം വായിച്ച വേദഭാഗം യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം
13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. പകലില്ലാത്തവരുടെ ശ്രദ്ധയ്ക്ക് 1-2 പദങ്ങളൊന്ന് വേഗത്തിൽ പറഞ്ഞ് മുൻപോട്ട് പോകാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സ്തോത്രം. ഒരു കാലത്ത് യേശുവിനെ അംഗീകരിക്കാതിരുന്ന സഹോദരന്മാർ പിൽക്കാലത്ത് ആമേൻ സ്തോത്രം പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകം എഴുതാൻ ദൈവം യാക്കോബിന് അവസരം കൊടുക്കുവാനിടയായി. താൻ ഒരു പ്രാർത്ഥനാ മനുഷ്യനായി. അപ്പോൾ തന്നെ യെരൂശലേമിലെ സഭയ്ക്ക് മുൻപിൽ നിന്ന് നയിക്കാൻ ദൈവം തന്നെ തിരഞ്ഞെടുത്തു എന്ന കാര്യങ്ങളാണ് പകല് നാം ഒരുമിച്ച് ചിന്തിപ്പാനിടയായത്. ആമേൻ. വൈകിട്ട് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട മേഖല 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. ആ വാക്യത്തെ 3 മേഖലകളായി തിരിക്കുന്നു. വാക്യം 13 വ്യക്തിപരമായ പ്രാർത്ഥന. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. സ്തോത്രം. മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. എന്നാൽ ആമേൻ സ്തോത്രം നാം തന്നെ ഒരു പ്രാർത്ഥനയുടെ അനുഭവം കെട്ടിപ്പടുത്തു കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. സ്തോത്രം. അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ നാം ശാന്തമായി അപഗ്രഥിച്ചാൽ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ആമേൻ സ്തോത്രം മധ്യസ്ഥതയണച്ച് പ്രാർത്ഥിക്കുന്നതാണ് കാണുന്നത്. മധ്യസ്ഥതയണച്ച് പ്രാർത്ഥിക്കുക, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക. അത് അത്ര ചെറിയ കാര്യമല്ല. ആമേൻ വളരെ ഗൗരവമുള്ള വിഷയമാണ്. മൂന്നാമത് നമുക്ക് കാണാൻ കഴിയുന്നത് വാക്യം 17, വാക്യം 18. സ്തോത്രം. പോരാടിയുള്ള പ്രാർത്ഥന. ആത്മമണ്ഡലത്തിൽ കയറി പോരാടിയുള്ള പ്രാർത്ഥന. ഈ 3 മേഖലകൾ ശാന്തമായി ആത്മാവിൻ്റെ നിയോഗമനുസരിച്ച് നിങ്ങളോട് സംസാരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ആമേൻ. 1 വ്യക്തിപരമായ പ്രാർത്ഥന. ആത്മീകമായി ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം വ്യക്തിപരമായൊരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. വ്യക്തിപരമായൊരു പ്രാർത്ഥനാ ജീവിതം. ശിഷ്യന്മാർ ഒരിക്കൽ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞൊരു പദമുണ്ട്, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. യഹൂദന്മാരെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഓരോ 3 മണിക്കൂർ കൂടുമ്പോഴും മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു നല്ല സ്വഭാവം അവർക്കുണ്ട്. ആമേൻ. ഓരോ യാമങ്ങളിലും അവർ ഉണർന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ആ യഹൂദന്മാർ അല്ലെങ്കിൽ ആ ശിഷ്യന്മാർ അത് കണ്ടു വളർന്നവർ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ അവരുടെ ഗുരുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ അവൻ പഠിപ്പിക്കണം. അതൊക്കെ നിങ്ങളങ്ങ് പഠിച്ചോളും, അതൊന്നും ഒരു വലിയ കാര്യമല്ല, അതിനകത്ത് നിങ്ങൾ അത്ര ടെൻഷൻ അടിക്കേണ്ട എന്നൊന്നുമല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് ലൂക്കോസ് 11 അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ് അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ സ്തോത്രം. യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അവൻ സ്തോത്രം. യേശുവിൻ്റെ പ്രാർത്ഥനയിലെ പ്രത്യേകത, യേശുവിൻ്റെ പ്രാർത്ഥന 1 വേ ട്രാക്ക് ആയിരുന്നില്ല. ആമേൻ സ്തോത്രം. യേശുവിൻ്റെ പ്രാർത്ഥനയിൽ ദൂതന്മാർ ഇറങ്ങി വന്നിരുന്നു. യേശുവിൻ്റെ പ്രാർത്ഥനയിൽ വസ്ത്രം മിന്നുന്ന ശോഭയായി മാറി. യേശുവിൻ്റെ പ്രാർത്ഥനയിൽ അടുത്ത ദിവസത്തെ ശുശ്രൂഷ എവിടാണെന്ന്, മുൻപോട്ട് എന്ത് ചെയ്യണമെന്ന് വ്യക്തമായ ആമേൻ കാഴ്ചപ്പാടുകൾ വെളിപ്പെട്ടിരുന്നു. അങ്ങനെയെങ്കിൽ ആ പ്രാർത്ഥനകൾ തിരിച്ചറിഞ്ഞ ആമേൻ സ്തോത്രം ആമേൻ ശിഷ്യന്മാരാണ് പറഞ്ഞത്, ആമേൻ അങ്ങ് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കണം. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. അവൻ സ്തോത്രം പകൽ മുഴുവൻ ശുശ്രൂഷിച്ചു എന്നൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. അവൻ ശ്രദ്ധിച്ച് യേശുവിൻ്റെ ജീവിതത്തിലെ പതിവുകൾ, അതിലെ ഒരു പ്രധാന പതിവായിരുന്നു അവൻ സ്തോത്രം പ്രാർത്ഥന എന്നുള്ളത്. പതിവ് പോലെ വാക്യങ്ങൾ വേഗത്തിൽ ഒന്ന് പറഞ്ഞു വിടാം. യേശു പതിവ് പോലെ ഒലിവുമലയ്ക്ക് പ്രാർത്ഥിക്കാൻ പോയി. ലൂക്കോസ് 22:31. യേശു പതിവ് പോലെ യെരൂശലേമിൽ ദേവാലയത്തിൽ വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യേശു പതിവ് പോലെ മർക്കോസ് 10:1 പതിവ് പോലെ യേശു ആമേൻ ജനത്തെ ഉപദേശിച്ചു. ആമേൻ. ലൂക്കോസ് 4:16 പതിവ് പോലെ യേശു ആലയത്തിൽ ആമേൻ പുസ്തകം വായിപ്പാൻ, ദൈവവചനം വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. ആമേൻ. ഞാൻ എന്തിനാണ് ഈ പദങ്ങൾ പറഞ്ഞതെന്നറിയാമോ? ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഒരു പതിവുണ്ടായിരിക്കണം. പ്രാർത്ഥനയ്ക്കൊരു പതിവുണ്ടായിരിക്കണം. സ്തോത്രം.
അവൻ പതിവ് പോലെ പ്രാർത്ഥിക്കുന്നവൻ സ്തോത്രം തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. പഴയ നിയമത്തിൽ നിന്ന് 2 വ്യക്തികളെ ഒന്ന് എടുത്തു കാണിക്കാം. ദാവീദിൻ്റെ പ്രാർത്ഥനയിൽ അവൻ താൻ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ സ്തോത്രം വൈകുന്നേരത്തും കാലത്തും അവൻ ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. സങ്കീർത്തനം 55:17 വാക്യം. വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമേൻ, പതിവ് പ്രാർത്ഥനകളിലേക്ക് ഈ ദിവസങ്ങളിൽ ആത്മീകമായി വളരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്തൊരു പതിവുണ്ടാകട്ടെ. ഒരു ദിവസം അവൻ പ്രാർത്ഥിച്ചു, 4 ദിവസം പ്രാർത്ഥനയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നവരായിട്ടല്ല. അവൻ സ്തോത്രം, അവൻ ഇടതടവില്ലാതെ, അവൻ മുറിഞ്ഞു പോകാത്ത, അവൻ നഷ്ടപ്പെട്ടു പോകാത്ത ഒരു പ്രാർത്ഥനയിലേക്ക് നിങ്ങൾ കയറി വന്നാൽ, അവൻ സ്തോത്രം, ഒരാൾക്കും അവൻ പ്രവചിക്കാൻ കഴിയാത്ത വിധം, ഒരാൾക്കും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ഒരാഴമേറിയ പ്രാർത്ഥനയിലേക്ക്, ദൈവപ്രവൃത്തിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരുവാനിടയാകും. ഹല്ലേലൂയ. അവൻ ദാനിയേൽ ദിവസം ചെയ്തു വരുന്നത് പോലെ യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ട് അവൻ പ്രാർത്ഥിച്ചു. രേഖ എഴുതിയിരിക്കുന്നു എന്നറിഞ്ഞിട്ടും ദിവസം ചെയ്തു വരുന്നത് പോലെ 1 മാസത്തേക്ക് രാജാവിനോടല്ലാതെ പ്രാർത്ഥിക്കരുതെന്ന് നിയമം നിൽക്കുമ്പോൾ, രാജാവിനോടല്ലാതെ എന്ന് നിയമം നിൽക്കുമ്പോൾ, അവൻ ദിവസം ചെയ്തു വരുന്നത് പോലെ യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്ന് പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ ഞാൻ ചോദിച്ചോട്ടെ, ദാനിയേലും ശദ്രക്കും മേശക്കും അബേദനകവും അവൻ 4 പേര് രാജാവിനോട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്നാ കുഴപ്പം? അവൻ 4 പേര് ഈ രാജ്യത്തിലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ എന്താ കുഴപ്പം? ഇന്ന് രാത്രി ഞാൻ പറയാം, പ്രാർത്ഥിക്കാത്ത 1000 പേരെക്കാൾ എത്രയോ ഭയങ്കരമാണ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം അവൻ ആ 4 പേരെ അവർ ഭയപ്പെട്ടിരുന്നു. അവർ അടിമകളാണ്, അവർ പ്രവാസത്തിലാണ്, പക്ഷേ അവരുടെ പ്രാർത്ഥനയ്ക്ക് അവൻ ജീവിപ്പിക്കാൻ കഴിയുമെന്ന്, അവരുടെ പ്രാർത്ഥനയ്ക്ക് അന്യാരാധനകളെ വെട്ടിക്കളയാൻ കഴിയുമെന്ന് ഒരു തിരിച്ചറിവ് അവരുടെ അകത്തുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവൻ അതുകൊണ്ട് ദാനിയേൽ ദിവസം ചെയ്തു വരുന്നത് പോലെ അവൻ സ്തോത്രം, അവൻ യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയട്ടെ, അവൻ സ്തോത്രം, സിംഹങ്ങൾക്ക് തന്നെ ഒതുക്കാൻ പറ്റിയില്ല, സിംഹങ്ങളുടെ വായടച്ചു കളയുവാനിടയായി. ഞാൻ നിങ്ങളോട് പറയാം, അവൻ സ്തോത്രം, അവൻ എത്ര വലിയ പ്രതിസന്ധികൾ മുൻപിലുണ്ടെങ്കിലും ആത്മമണ്ഡലത്തിൽ കയറി പ്രാർത്ഥിക്കുന്നൊരു സ്വഭാവമുണ്ടെങ്കിൽ ചിലതിൻ്റെ വായടയ്ക്കുന്നൊരു ദൈവത്തെയാണ് ഇന്ന് രാത്രി നാം സേവിക്കുന്നത്. വിശ്വസിക്കുന്ന ദൈവമക്കളെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആ ഭാഗത്ത് നിന്ന് മുൻപോട്ട് വരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ആത്മീകമായി വളരാൻ ആഗ്രഹിക്കുന്നവരുടെ അകത്ത് ചില പതിവുകൾ ഉണ്ടാകട്ടെ. പതിവ് പോലെ ഈ ദിവസങ്ങളിൽ ദൈവവചനം വായിക്കാൻ, പതിവ് പോലെ പ്രാർത്ഥിക്കാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2, ആമേൻ, സ്തോത്രം, ആമേൻ, മധ്യസ്ഥത അണച്ചുള്ള പ്രാർത്ഥന. മധ്യസ്ഥത അണച്ചുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ. ആമേൻ. അത് ഗൗരവമുള്ളതാണോ? അത് വളരെ ഗൗരവമുള്ളതാണ്. സ്തോത്രം. ചിലർ 5 മിനിറ്റ് പ്രാർത്ഥിക്കുമ്പോഴേ അവരുടെ വിഷയം തീർന്നു പോകും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, മധ്യസ്ഥത അണച്ചുള്ള പ്രാർത്ഥന ഗൗരവമുള്ളതാണെന്ന് ആമേൻ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവം അങ്ങനെയുള്ളവരെ അന്വേഷിക്കുന്നുണ്ട്, അങ്ങനെയുള്ളവരെ ദൈവം തിരക്കുന്നുണ്ട്. ഇതിനകത്തു നിന്ന് ചിലർ ദൈവത്താൽ എഴുന്നേറ്റ് വരട്ടെ. ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുമ്പോൾ, ഞാൻ ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ എനിക്ക് വേണ്ടി ഉച്ചരിച്ചുകൂടാൻ കഴിയാത്ത ഞരക്കങ്ങളാൽ ആത്മാവ് താനും അറിയാവുന്നവർ പറഞ്ഞേ പക്ഷപാതം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ, അങ്ങനെ ഒരു പക്ഷപാതം നമുക്ക് വേണ്ടി നടക്കുന്നെങ്കിൽ, തൃത്വത്തിൽ 3-മനായ പരിശുദ്ധാത്മാവ് അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നെങ്കിൽ, ഇടിവിൽ നിൽക്കുന്നത് അത്ര ചെറിയ കാര്യമല്ല. പിതാവിൻ്റെ വലത്തുഭാഗത്തിന്നും പുത്രൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? പക്ഷപാതം ചെയ്യുന്നു.
ഞാൻ ചോദിച്ചോട്ടെ, അവൻ സ്തോത്രം, നമുക്ക് വേണ്ടി പുത്രൻ അത് ചെയ്യുന്നെങ്കിൽ രണ്ട് മേഖലകളിൽ ഒരേ സമയം ഒരു ഭക്തന് വേണ്ടി അവൻ സ്തോത്ര പ്രാർത്ഥനകൾ ഉയരുന്നെങ്കിൽ അത് ചെറിയ കാര്യമല്ല. ഇന്ന് രാത്രി നമ്മുടെ നിലനിൽപ്പ് അതിൻ്റെ പിൻപിലാണ്. നമ്മുടെ കഴിവ് കൊണ്ടല്ല നാം നിൽക്കുന്നത്. നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന പരിശുദ്ധാത്മാവും അപ്പോൾ തന്നെ കർത്താവായ യേശുവും നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, എന്തുകൊണ്ടാ നല്ല സ്വഭാവം നമുക്ക് ഏറ്റെടുത്തുകൂടാ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തിരിച്ചറിയുന്നവർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. അർത്ഥമനഗജസിയാന ഇന്ന് രാത്രി ഈ മെസ്സേജ് കഴിയുമ്പോൾ ചിലർ ആ മേഖലയിലേക്ക് കയറി വരുമെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുകയാണ്. അർത്ഥന വൈഡൽ കമന, നമ്മുടെ ഗ്രൂപ്പുകളിൽ പലരും പല ഗ്രൂപ്പുകളിലുണ്ട്. അവൻ സ്തോത്രം, അവൻ പല ഗ്രൂപ്പുകളിൽ പല വിഷയങ്ങൾ വരുന്നുണ്ട്. അവൻ ഗ്രൂപ്പുകളിൽ അവൻ വരുന്ന വിഷയങ്ങൾക്ക് ഡൺ കാണിക്കാനല്ല, വരുന്ന വിഷയങ്ങൾക്ക് കൈകൂപ്പാനല്ല, വരുന്ന വിഷയങ്ങൾക്ക് ഇമോജിയിട്ട് അവരെ സന്തോഷിപ്പിക്കാനല്ല. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, അവൻ ആരും അറിഞ്ഞില്ലെങ്കിലും ആ വിഷയത്തിന് വേണ്ടി ഞാൻ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കും. ചിലരെ മരണത്തിൽ നിന്ന് വലിച്ചു മാറ്റാൻ, ചിലരെ രോഗത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ, അവൻ ദേശം ഉണർവിലേക്ക് നയിക്കപ്പെടാൻ, അവൻ ആധിപത്യങ്ങൾ വെട്ടപ്പെടാൻ, പൈശാചിക മണ്ഡലങ്ങളിൽ നിന്ന് ചിലത് പുറത്തു വരാൻ, അവൻ ഇന്ന് രാത്രി മധ്യസ്ഥത അണയ്ക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന ചിലർ ഇതിനകത്ത് എഴുന്നേറ്റ് വന്നേ പറ്റത്തുള്ളൂ. ദൈവസഭകളുടെ വളർച്ചയ്ക്ക് അതൊരു പ്രധാന ഘടകമാണ്. അവൻ ദേശം ഉണർത്തപ്പെടാൻ ഇതിനകത്ത് ചിലതിന് ദൈവത്തിന് ആവശ്യമുണ്ട്. അവൻ ഇടിവിൽ നിൽക്കാൻ ആരുണ്ട്? അതൊരു ജലഘടക ക്ഷമാനഗതലകചസിയാന. വളരെ വേദനയോടെ പറയട്ടെ, പലരുടെയും പ്രാർത്ഥനകൾ 4 ഭിത്തിക്കകത്തൊതുങ്ങുകയാണ്. പലരുടെയും പ്രാർത്ഥനകൾ അവൻ കൈത്തറിക്കാരൻ്റെ അവൻ നെയ്ത്ത് പോലെ ഒതുങ്ങുകയാണ്. എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കും അതിൻ്റെ അപ്പുറത്തൊരു ബൗണ്ടറിയിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് ആ വിഷയം എൻ്റെ വിഷയമാണെന്ന് തിരിച്ചറിഞ്ഞ് അവൻ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ദൈവത്തിന് സന്തോഷമുണ്ടാകത്തില്ല. ഇന്ന് പകൽ നാം അവൻ അനേക ആയിരങ്ങളുടെ പ്രാർത്ഥനയാണ് നമ്മൾ നിലനിൽക്കുന്നത്, അനേകരുടെ കണ്ണുനീരാണ് നാം നിലനിൽക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അങ്ങനെ പ്രാർത്ഥിച്ച മാതാക്കൾ ജീവിച്ച മണ്ണാണിത്, അങ്ങനെ പ്രാർത്ഥിച്ച പിതാക്കന്മാർ ജീവിച്ചിരുന്ന മണ്ണാണ്. അമ്മനെങ്കിൽ ഇന്ന് രാത്രി അവരുടെ ഒഴിവുകളിലേക്ക് എന്നെ കയറ്റി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ, അവൻ ചിലതിനു വേണ്ടി ഇടിവിൽ നിൽക്കാൻ, ചിലതിനു വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ, എന്നെ സഹായിക്കണമേ ആര് ദൈവത്തോട് പ്രാർത്ഥിക്കും? ദൈവം സ്വർഗത്തിൽ നിന്ന് ചിലതിനെ അന്വേഷിക്കുന്നുണ്ട്. ജീസസ് അവൻ ചിലതിനെ ദൈവം ആ ഭാഗത്തേക്ക് കയറി നിൽക്കാൻ അന്വേഷിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ചിലരോട് പറയുകയാ, അവൻ ദൈവം നിങ്ങൾക്ക് അങ്ങനെ ഒരു നിയോഗം തരുന്നെങ്കിൽ രാത്രിയെ പകലാക്കി ആത്മമണ്ഡലത്തിൽ ഉണർന്ന് ദൈവത്തോട് മധ്യസ്ഥത അണയ്ക്കാൻ ഇതിനകത്ത് ചിലതിനെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ ദൂതന്മാർ അബ്രഹാമിൻ്റെ വീട്ടിൽ വന്ന് അവൻ സ്തോത്രം അവനോടൊരു പ്രധാനപ്പെട്ട ദൂത് പറഞ്ഞ്, അടുത്തയാണ്ടിൽ അവൻ നിനക്കൊരു തലമുറ ജനിക്കും. അവൻ സാറയോട് ആ ദൂത് പറഞ്ഞ് അനന്തരം സോദോമിലേക്ക് ദൈവവും ദൂതന്മാരും ഒരുമിച്ച് സഞ്ചരിക്കുമ്പോൾ അവൻ ദൈവം തന്നോട് പറയുന്നൊരു അവൻ മറുപടിയുണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ സ്നേഹിതനായ അബ്രഹാമിനോട് ഞാൻ മറച്ചു വയ്ക്കുമോ? ഇന്ന് രാത്രി ഞാൻ ചോദിച്ചോട്ടെ, അപ്പോഴും ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ഒരാഗ്രഹമാണ് അവൻ ലോത്തിനു വേണ്ടി അല്ലെങ്കിൽ നശിച്ചു പോകാൻ പോകുന്ന സോദോം ഗോമോറയ്ക്ക് വേണ്ടി എന്നോടൊന്ന് ഇടിവിൽ നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ? അവൻ സ്തോത്രം പിശാചതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ, പിശാചതിന്റെ മുഴുവലത്തോടെ ശ്രമം നടത്തുമ്പോൾ അതിനിടയ്ക്ക് ആരെങ്കിലും ഉണ്ടോ? ആ ദേശത്തെ നശിപ്പിക്കരുത്, അവൻ ആ ലോത്തിനെയും കുടുംബത്തെയും നശിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ഇടിവിൽ നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇന്ന് രാത്രി ആരുടെയും രക്തം നമ്മളോട് ചോദിക്കരുത്, ആരുടെയും രക്തം നമ്മളോട് ചോദിക്കരുത്. ഇതിനകത്ത് ആത്മമണ്ഡലങ്ങളിൽ ഇടിവിൽ നിൽക്കുന്നവർ എഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രക്തത്താൽ ജയമെടുക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ജയം പ്രഖ്യാപിക്കുന്നു. സ്തോത്രം. അബ്രഹാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അവൻ സ്തോത്രം ലോത്തിനു വേണ്ടി അപേക്ഷിക്കുകയാണ്.
ലോത്തിൻ്റെ പേരവിടെ പറഞ്ഞില്ല, ലോത്തിൻ്റെ അവസ്ഥകൾ പറഞ്ഞില്ല. ലോത്തിനെ കുറിച്ച് പറഞ്ഞാൽ വലഞ്ഞുപോയ നീതിമാൻ എന്ന ലോത്താണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, 1 അല്ല 9 തവണ ഉണ്ടായാലും ലോത്ത് പഠിക്കത്തില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കാം, സ്തോത്രം, പല അവസരങ്ങൾ കൊടുത്തു, ലോത്ത് പഠിച്ചില്ല. 4 രാജാക്കന്മാർ ലോത്തിനെതിരെ യുദ്ധം ചെയ്ത് ലോത്തിനെയും കൂടെയുള്ളവരെയും പിടിച്ചുകൊണ്ട് പോയി. 318 അഭ്യാസികൾ ആയുമായി പോയിട്ട് അബ്രഹാം ലോത്തിനെ തിരിച്ചു പിടിച്ചോണ്ട് വരികയാ. അത് വേണമെങ്കിൽ മടങ്ങി വരാൻ ഒരു സന്ദർഭമായിരുന്നു. അത് വേണമെങ്കിൽ നഷ്ടപ്പെട്ട പ്രാർത്ഥനയിലേക്ക് കയറാൻ ഒരു സാഹചര്യമായിരുന്നു. അത് വേണമെങ്കിൽ ഒരുപക്ഷെ മടങ്ങി വരാമായിരുന്നു. പക്ഷേ മടങ്ങി വന്നില്ല. ഹല്ലേലൂയ. വീണ്ടും അതേ അനുഭവത്തിൽ മുൻപോട്ട് സഞ്ചരിക്കുകയാ. സ്തോത്രം. പക്ഷേ ഇതെല്ലാം നടക്കുമ്പോഴും ജീവിതത്തിൻ്റെ അവസാന സമയങ്ങളിൽ അപ്പുറത്തൊരു അബ്രഹാം നിലവിളിക്കുക. 50 പേരുണ്ടെങ്കിൽ 45 പേരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ചിലരുടെ പ്രാർത്ഥനകളെ ദൈവത്തിന് മറികടക്കാൻ പറ്റത്തില്ല. ചിലരുടെ പ്രാർത്ഥനകളെ ദൈവത്തിന് മറികടക്കാൻ പറ്റത്തില്ല. സ്തോത്രം. അവിടെ വായിക്കുന്നത് പട്ടണത്തിൽ നിന്ന് സ്തോത്രം ലോത്തിനെയും കൂട്ടി ദൈവം വീട്ടിലേക്ക് പോവുകയാ. ദൂതന്മാർ ആ വീട്ടിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പുറത്തു വരണമെന്നോ രക്ഷപ്പെടണമെന്നോ എന്ന ചിന്ത ലോത്തിനില്ല. പക്ഷേ അപ്പുറത്തൊരുത്തൻ നിലവിളിക്കുന്നത് കൊണ്ട്, അപ്പുറത്തൊരുവൻ ഇടിവിൽ നിൽക്കുന്നത് കൊണ്ട് ദൂതന്മാർ ഉഷസായപ്പോൾ ലോത്തിനെ ബന്ധപ്പെടുത്തി പട്ടണത്തിന്റെ പുറത്തു കൊണ്ടാക്കി. എന്തിനാണ് ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തിയത്? നിനക്ക് വേണ്ടി ഒരുവൻ ഇടിവിൽ നിൽക്കുന്നു, നിനക്ക് വേണ്ടി ഒരുവൻ ദൈവത്തോട് വാദിക്കുന്നു, നിനക്ക് വേണ്ടി ദൈവത്തോട് ഒരുവൻ സംസാരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ചിലരാ പട്ടണത്തിൽ നശിക്കാതിരിക്കാൻ, ചിലരാ പട്ടണത്തിൽ നശിക്കാതിരിക്കാൻ, സ്തോത്രം, അവസാനത്തെ അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ ഇന്ന് രാത്രി എൻ്റെ തലവെള്ളവും എൻ്റെ കണ്ണുനീരുറവുമാകണമെന്ന് ആര് ദൈവത്തോട് പ്രാർത്ഥിക്കും? ദൂത് പറഞ്ഞിട്ട് മടങ്ങി വരാൻ യഹോയാക്കീമിനോ അങ്ങനെയുള്ള പഷ്കൂറിനോ ഒന്നും താല്പര്യമില്ല. യെരമ്യാവിന്റെ ദൂത് അംഗീകരിക്കുന്നില്ല. യെരമ്യാവ് പറഞ്ഞ ആലോചന അംഗീകരിക്കുന്നില്ല. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വ്യാജം പ്രവർത്തിക്കുന്നവർ വർദ്ധിച്ചു വരുന്നു. പുരോഹിതന്മാരിടയിൽ തകർച്ച, പ്രവാചകന്മാരിടയിൽ തകർച്ച, രക്തത്താൽ ജയം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തകർച്ചയിൽ നിൽക്കുമ്പോൾ ഒരു ഭാഗത്താലയത്തിൽ നിന്നുകൊണ്ട് യെരമ്യാവ് ശക്തമായ ദൂത് പറയുകയാ. പക്ഷേ ആ ദൂത് ഏറ്റെടുക്കാൻ ആളില്ല. യെരമ്യാവിന് കൈത്താങ്ങൽ കൊടുക്കാൻ ആളില്ല, കൂടെ ഒന്ന് ധൈര്യപ്പെടുത്താൻ ആളില്ല. 9-ാം അധ്യായത്തിൽ വരുമ്പോൾ യെരമ്യാവ് പറയുകയാ, എൻ്റെ തലവെള്ളവും എൻ്റെ കണ്ണുനീരുറവും ഒന്നായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന്. ഇന്ന് രാത്രി കരയുന്ന ദൈവപൈതലേ, നിന്റെ കണ്ണുനീരിന് ചിലതിനെ ജീവിപ്പിക്കാൻ കഴിയും. ഈ രാത്രി ചിലരെ നോക്കി ആത്മാവ് ദൂത് പറയുകയാ, ചിലർ ജീവിക്കും. എത്ര പേർ ഈ രാത്രി ആത്മാവിൽ തിരിച്ചറിയും, ചിലതിന് ജീവൻ വയ്ക്കാൻ നിന്റെ മധ്യസ്ഥതയ്ക്ക് കഴിയും. ചിലതിനെ വിഴുങ്ങിക്കളയാൻ പിശാച് നിൽക്കുമ്പോൾ ചിലതിനെ അതിന്റെ വായിൽ നിന്ന് പിടിച്ചെടുക്കാൻ ഇടിവിൽ നിൽക്കുന്ന ഒരു നെഹമ്യാവും ഇടിവിൽ നിൽക്കുന്ന ഒരു യിരെമ്യാവും ഉണ്ടെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരും. ശ്വസിക്കുന്നവർക്കായി ഞാൻ സ്വതന്ത്രം ചെയ്യുകയാണ്. നിഹിതന്മാർ ജീവിക്കേണ്ടതിന്, കുടുംബ തകർച്ചകൾ മാറേണ്ടതിന്, നിങ്ങൾ പാർക്കുന്ന പട്ടണത്തിൽ നിന്ന് ആത്മഹത്യകൾ വഴിമാറേണ്ടതിന്, നിങ്ങൾ പാർക്കുന്ന പട്ടണത്തിൽ നിന്ന് ദേശത്ത് വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ വഴിമാറേണ്ടതിന് ഇന്ന് രാത്രി ആര് ദൈവത്തോട് പ്രാർത്ഥിക്കും? കർത്താവേ, ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന്,
അതര ജലഘടക ശമനഗതല. ആരാ ജീവിക്കേണ്ടത്? ആമേൻ, സ്തോത്രം. ആമേൻ, എതിര് നിൽക്കുന്ന പഷ്ഹൂർ. ആരാ ജീവിക്കേണ്ടത്? എതിര് നിൽക്കുന്ന രാജാവായ യെഹോയാക്കീം. ആരാ ജീവിക്കേണ്ടത്? ആമേൻ, മൂല്യച്യുതികൾ നഷ്ടപ്പെട്ട ഈ സമൂഹം. ആരാ ജീവിക്കേണ്ടത്? ദൂത് അംഗീകരിക്കാത്ത ഈ സമൂഹം. ആരാ ജീവിക്കേണ്ടത്? തകർച്ചയുടെ ആഴത്തിലേക്ക് പോയ ഈ ജനം ജീവിക്കണം. ഇന്ന് രാത്രി ദൈവാത്മാ പറയുകയാ, എങ്ങനെങ്കിലും നമ്മുടെ വിഷയം പ്രാർത്ഥിച്ച് മാത്രം മുൻപോട്ട് പോകാനല്ല, ചിലരെ ജീവിപ്പിക്കാൻ ഇതിനകത്ത് ചിലർ എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. ഇത് പാസ്റ്റർമാർക്ക് മാത്രം വെച്ചിരിക്കുന്നതല്ല, ഇത് സഹോദരിമാർക്ക് മാത്രം വെച്ചിരിക്കുന്നതല്ല. ഇന്ന് രാത്രി എന്റെ ഡ്യൂട്ടി ഞാൻ നന്നായി ചെയ്യുമെന്ന് പറഞ്ഞ് ആത്മമണ്ഡലത്തിൽ ഇടിവിൽ നിൽക്കാൻ എത്ര പേരുണ്ട്? അങ്ങനെ പ്രാർത്ഥിക്കാൻ ആർക്ക് കഴിയും? അങ്ങനെ പ്രാർത്ഥിക്കാൻ ആർക്ക് കഴിയും? അർത്ഥമനഗജസി ദൈവാത്മാ പറഞ്ഞു, നീ ഈ ദൂത് എഴുതണം. അവൻ ഈ ദൂത് എന്ത് ചെയ്യണമെന്നറിയാമോ? രാജാവിനെ കൊണ്ട് കാണിക്കണം. അവൻ ദൂത് അവിടെ കൊണ്ടു ചെന്നപ്പോൾ ആ ദൂത് എന്ത് ചെയ്തെന്നറിയാമോ? ഒരു കത്തി കൊണ്ട് കീറി നെരിപ്പോടിനകത്തിട്ട് കത്തിച്ചു. ഇന്ന് രാത്രി നെരിപ്പോടിലിട്ട് കത്തിച്ച അവന് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? അർത്ഥമനഗജസിയാന കർത്താവിൻ്റെ ഹൃദയമുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂ. ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായകയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇന്ന് രാത്രി അവൻ സ്തോത്രം അതിനെതിരായി പ്രാർത്ഥിക്കാൻ ആർക്കും പറ്റത്തില്ല. നിന്നെ വേദനിപ്പിച്ച് നിന്നെ നിരാശപ്പെടുത്തിയ അവൻ സ്തോത്രം നീ പറഞ്ഞതിന് ഓപ്പോസിറ്റ് പോകുന്ന മേഖലകൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഒരു നെഹമ്യാവിൻ ഇരമ്യാവിനെ പോലെ നമുക്ക് കഴിയട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ദിവാലോചന പറയാൻ കൊട്ടാരത്തിൽ കയറി ചെന്നപ്പോൾ കൊട്ടാരത്തിൽ പിടിച്ചടച്ചു. കാവൽപുരമുറ്റത്ത് യിരെമ്യാവിനെ അടച്ചു. ആ യിരെമ്യാവിനോട് പറയുകയാണ്, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. അവൻ വളരെ ദിവസങ്ങളെടുത്ത് വെളിപ്പെട്ട ദൈവാലോചന നെരിപ്പോടിനകത്ത് കത്തി അമരുമ്പോൾ സ്വർഗം അവനോട് ഇടപെട്ടിട്ട് പറഞ്ഞു, ഇതിലൊന്നും കുറച്ച് കളയാതെ എഴുതി ചേർക്കണം. ഈ ദൂത് മുദ്ര വയ്ക്കണം. ഈ ദൂത് മുദ്ര വയ്ക്കണം. അവൻ ഇത് നീ പ്രത്യേകം മാറ്റി വെക്കണം. ഹല്ലേലൂയ. അവൻ സ്തോത്രം. കാലം കഴിഞ്ഞു. അടുത്ത അവൻ കാലത്തിലേക്ക് വരുമ്പോൾ ദാനിയേൽ അത് പുസ്തകത്തിൽ നിന്ന് ഗ്രഹിച്ചു. എന്ത് ഗ്രഹിച്ചെന്നറിയാമോ? 9-ാം അധ്യായത്തിൽ പറയുക, യിരെമ്യാ പ്രവാചകന്റെ ചുരുളിൽ നിന്ന് ദാനിയേൽ അത് ഗ്രഹിച്ചു. എന്ത് ഗ്രഹിച്ചു? അവൻ ഈ രാജ്യത്തിൻ്റെ ശൂന്യാവസ്ഥ, എൻ്റെ ജനത്തിൻ്റെ ശൂന്യാവസ്ഥ 70 വർഷം കൊണ്ട് തീരും. അധരഭജലഘടകസിയാന 70 വർഷം കൊണ്ട് തീരും. ഇന്ന് രാത്രി അവൻ ആരെയോ നോക്കി ആത്മാവ് ഇടപെടുക. നിന്റെ ശൂന്യത മാറാൻ സമയമായി. നിന്റെ തകർച്ച മാറാൻ സമയമായി. അവൻ എന്നും അങ്ങനെ പോകാനല്ല ദൈവം കണ്ടത്. എന്നും അങ്ങനെ സഞ്ചരിക്കാനല്ല ദൈവം കണ്ടത്. പ്രാർത്ഥിക്കുന്ന അവൻ തലമുറകൾ ഇതിനകത്ത് എഴുന്നേറ്റ് വരട്ടെ. ചിലതിൻ്റെ ശൂന്യതകൾ മാറാൻ സമയമായി. ചിലതിൻ്റെ ശൂന്യതകൾ മാറാൻ സമയമായി. എത്ര പേർ ഈ രാത്രി ആ ദൂത് ഏറ്റെടുക്കും? ചിലതിൻ്റെ ശൂന്യതയെ മാറ്റാൻ അവൻ ആ ദൂത് ദാനിയേലിന്റെ കണ്ണിൽപ്പെട്ടു. ആ ദൂത് ദാനിയേലിന്റെ കണ്ണിൽപ്പെട്ടു. ആലയത്തിന്റെ ശൂന്യതകൾ മാറട്ടെ. ആലയത്തിന്റെ ശൂന്യതകൾ മാറട്ടെ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുകയാ, ചില കുടുംബങ്ങളുടെ ശൂന്യതകൾ മാറട്ടെ. ആത്മാക്കളെ വിടാതെ വണ്ണം തടുക്കുന്ന, ആത്മമണ്ഡലത്തിൽ മുന്നേറാൻ കഴിയാതെ വണ്ണം തടുക്കുന്ന ചില മണ്ഡലങ്ങളെ ആത്മാവിൽ പടപൊരുതി ജയിക്കാൻ ഈ രാത്രി ആരുണ്ട്? അർത്ഥമന ചില ശൂന്യതകൾ മാറട്ടെ. ചില ശൂന്യതകൾ മാറട്ടെ. ചില ശൂന്യതകൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയം പ്രഖ്യാപിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയം പ്രഖ്യാപിക്കുന്നു. ആമേൻ. കണ്ണുനീരോടെ തലവെള്ളമായി, കണ്ണുനീരുറവായി ദാമേൻ യിരെമ്യാവ് പ്രാർത്ഥിച്ചപ്പോൾ അവൻ ദൈവം പിൽക്കാലത്ത് ആ ദൂതിനെ ആരുടെ കണ്ണിൽ പെടുത്തിയെന്നറിയാമോ? ദാനിയേലിന്റെ കണ്ണിൽ കൊണ്ടുവന്നു. ദാനിയേൽ പുസ്തകത്തിൽ നിന്നത് ഗ്രഹിച്ചു. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുകയാ, അർത്ഥമനഗജസി ചിലതിൻ്റെ അകത്ത് ദൈവം അവൻ ചില പ്രത്യേക
വേഗം അവൻ ചില കാര്യങ്ങൾ ഗ്രഹിക്കത്തക്കവണ്ണം, ഒന്നുകൂടെ പദം ഞാൻ പറയുന്നു, ചിലത് ഗ്രഹിക്കാൻ, ദൈവവചനത്തിൽ നിന്ന് ചില ദൂതിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കാൻ, ചില സ്വപ്നങ്ങൾ ഗ്രഹിക്കാൻ, ചില വെളിപ്പാടുകൾ ഗ്രഹിക്കാൻ, അതിൻ്റെ പിൻപിൽ ഒരു പദ്ധതി ഉണ്ടെന്ന് ഗ്രഹിക്കാൻ, അർത്ഥമനകചസിയാൻ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന് ഗ്രഹിക്കാൻ അവൻ ചിലതിൻ്റെ കണ്ണിനെ ദൈവം തുറക്കാൻ പോകുകയാ, ചിലതിൻ്റെ ആത്മകണ്ണിനെ ദൈവം തുറക്കാൻ പോകുകയാ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതൊരു അബദ്ധമാണെന്ന്? ഹല്ലേലൂയ! എത്ര പ്രവാസികൾ അവൻ പ്രവാസത്തിൽ പെട്ടുപോയെന്നറിയാമോ? ദാനിയേൽ പെട്ടുപോകാഞ്ഞത് എനിക്ക് തോന്നുന്നു അപ്പുറത്തൊരു യെരമ്യാവ് പ്രാർത്ഥിച്ചത് കൊണ്ട്. ഇന്ന് രാത്രി നീ പെടാഞ്ഞത് കരയാൻ ആരോ ഉള്ളത് കൊണ്ട്. യേശുവിന്റെ നാമത്തിൽ ജയം പ്രഖ്യാപിക്കുന്നു. ഒന്ന് സഞ്ചരിച്ച് ചിലർക്ക് മേൽ വെളിപ്പാടുകൾ ദൈവം തുറക്കുക. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന്, നീ കണ്ട സ്വപ്നത്തിന് ശക്തിയുണ്ടെന്ന്, നീ കണ്ട വെളിപ്പാടിന് ശക്തിയുണ്ടെന്ന്. യെസ്, 17 ശേക്കൽ വെള്ളി തൂക്കിക്കൊടുത്ത് അനാഥോത്തിലെ നിലം വിലയ്ക്ക് വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ശക്തനായ പ്രവാചകനായ യെരമ്യാവ് പറയുകയാണ്, ഇതിൻ്റെ ആവശ്യം എന്താ? രാജ്യം പിടിക്കപ്പെടാൻ പോകുമല്ലേ? തമ്പുരാൻ പറഞ്ഞു, ഇനിയും ഇവിടെ കൊടുക്കലും വാങ്ങലും എല്ലാം നടക്കും, ഇനിയും ഇവിടെ വിധ നടക്കും. മനസ്സിലാകുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. ഇനിയും ദൈവപ്രവൃത്തി വെളിപ്പെടും, ഇനിയും ദൈവപ്രവൃത്തി വെളിപ്പെടും. പ്രവാസത്തിൽ ഞാൻ ചിലരെ എഴുന്നേൽപ്പിക്കും. ചില സെരൂബാബേലുമാർ എഴുന്നേറ്റ് വരും, ചില നെഹമ്യാവുമാർ എഴുന്നേറ്റ് വരും. രക്തത്താൽ ജയം. ഹല്ലേലൂയ. അവൻ സ്തോത്ര. യഹസ്കേലുമാരെ ഞാൻ എഴുന്നേൽപ്പിക്കും, ദാനിയേലുമാരെ ഞാൻ എഴുന്നേൽപ്പിക്കും. തീയുടെ മുൻപിൽ പതറാതെ നിൽക്കുന്ന ശദ്രക്കിനെ, മേശക്കിനെ, അബേദനഗോവിനെയൊക്കെ ഞാൻ എഴുന്നേൽപ്പിക്കും. ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. എൻ്റെ കയ്യിൽ എസ്രയുണ്ട്, എൻ്റെ കയ്യിൽ നെഹമ്യാവുണ്ട്, എൻ്റെ കയ്യിൽ സെരൂബാബേലുണ്ട്. അവൻ നിന്റെ ഡ്യൂട്ടി പ്രാർത്ഥിക്കുക യെരമ്യാവേ, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ഈ രാത്രി ആത്മാവ് ഇടപെടുക. ഒരു തലമുറ എഴുന്നേൽക്കാൻ പോവുക. എത്ര പേർക്ക് ആത്മാവിൽ ഉറപ്പുണ്ട് ഇന്ന് നിന്റെ ദൂത് അംഗീകരിക്കത്തില്ലായിരിക്കാം, ഇന്ന് നിന്റെ പ്രാർത്ഥന അംഗീകരിക്കത്തില്ലായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി ചിലരോട് ദൂത് പറയുകയാ, നീ കണ്ടിട്ടില്ലാത്ത ചില ദാനിയേലുമാരും, നീ കണ്ടിട്ടില്ലാത്ത ചില സെരുബാബേലുമാരും, നീ കണ്ടിട്ടില്ലാത്ത ചില യെസ്രയും, അവൻ ചില ശദ്രക്കും മേശക്കും അബേദനഗോവും റിസൾട്ടായി പുറത്തു വരാൻ സമയമായി. പോരാ, പോരാ. ആത്മാവ് ചിലതിനോട് ദൂത് പറയുകയാ. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു തലമുറ, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു തലമുറ ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവജനത്തിനു വേണ്ടി, ആത്മീയ ഉണർവിന് വേണ്ടി ദൈവം എഴുന്നേൽപ്പിക്കുന്നെന്ന് പറഞ്ഞാൽ എത്ര പേർ ഈ രാത്രി എന്നോട് ചേർന്ന് സ്തോത്രം പറയും? അഭിഷേകമുള്ളൊരു തലമുറ, അഭിഷേകമുള്ളൊരു തലമുറ, അഭിഷേകമുള്ളൊരു തലമുറ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി, ആലയത്തിന്റെ പണിക്ക് വേണ്ടി, മതിലിന്റെ പണിക്ക് വേണ്ടി. ആര് പ്രാർത്ഥിക്കും? എഴുന്നേൽപ്പിക്കണേ, എഴുന്നേൽപ്പിക്കണേ, എഴുന്നേൽപ്പിക്കണമേ. ഒരു തലമുറ എഴുന്നേൽപ്പിക്കണേ. അതിന്റെ സമയം അടുക്കുന്നു കേട്ടോ, അതിന്റെ സമയം അടുക്കുന്നു. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ പുത്രിമാരും പ്രവചിക്കും. അങ്ങനെയെങ്കിൽ ആ കാലം അധികം വിദൂരമല്ല. വേദം ഇന്ന് രാത്രി നിങ്ങളുടെ വീടുകളിൽ എത്ര പേർക്ക് അത് കാണാൻ പറ്റുന്നുണ്ട്? എന്റെ തലമുറ വെളിപ്പാട് കാണുന്ന, എന്റെ തലമുറ ദൈവവചനം ശുശ്രൂഷിക്കുന്ന, എന്റെ തലമുറ കുടുംബങ്ങളെ പണിയുന്ന. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ജീസസ്, ജീസസ്, ജീസസ്. പ്രാർത്ഥന അന്തരീക്ഷത്തിൽ അങ്ങനെ അസ്തമിച്ചു പോകത്തില്ല. യെരമ്യാവേ, അർത്ഥമല്ല, ഇന്ന് അരക്കച്ച ചേർന്നിരിക്കുന്നത് പോലെ ചേരാത്തവരുണ്ട്, ഇന്ന് ദൂത് അംഗീകരിക്കാത്തവരുണ്ട്, നിന്റെ ദൂതിന് റിബലായി നിൽക്കുന്നവരുണ്ട്. ഒക്കെ ശരിയാ. പക്ഷെ നീ കരയാൻ തുടങ്ങ്, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങ്, നീ ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കാൻ തുടങ്ങ്. ഞാൻ കാണിച്ച ദൂത് നീ എഴുതാൻ തുടങ്ങ്. അവൻ അതിനകത്തൊരു പ്രവൃത്തി വെളിപ്പെടാൻ സമയമായി. അതിനകത്തൊരു പ്രവൃത്തി വെളിപ്പെടാൻ സമയമായി. സ്തോത്രം. ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ പറയുകയാ, മധ്യസ്ഥത അണയ്ക്കാൻ ചിലരെ വേണം. കർത്താവ് ഉപയോഗിക്കുന്നവരെ പിശാച് നോട്ടം വെക്കാതെ മധ്യസ്ഥത അണയ്ക്കാൻ.
പ്രസ്ഥാനത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നവരെ ദൈവം നിലനിർത്തേണ്ടതിനായി മധ്യസ്ഥത അണയ്ക്കാൻ, തകർന്ന മൂല്യച്യുതി സഞ്ചയിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവൻ ദൈവത്തോട് ചിലതിനു വേണ്ടി മധ്യസ്ഥത അണയ്ക്കാൻ ഇതിനകത്ത് ചിലർ എഴുന്നേൽക്കട്ടെ. ഇതിനകത്ത് ചിലർ എഴുന്നേൽക്കട്ടെ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. ദൈവം അങ്ങനെ ചിലരെ അന്വേഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവൻ സ്തോത്രം. യാക്കോബിൻ്റെ അടുക്കൽ ഒരു വിഷയം വരിക. എന്താ വിഷയം എന്നറിയാം? സഭയിൽ ചിലർ രോഗികളാകുന്നു. സഭയിൽ ചിലർ രോഗികളാകുന്നു. യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഇവരോട് എന്നാ മറുപടി പറയണം? അവൻ സ്തോത്രം. അവർ വന്നത് പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, അവർ പ്രാർത്ഥിച്ചിട്ടും രോഗികൾ സൗഖ്യമാകുന്നില്ല. യാക്കോബ് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഈ വിഷയത്തിന് ഞാൻ എന്നാ മറുപടി പറയണം? യാക്കോബ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം ക്ലിയർ കട്ടായി അവൻ ഒരു 4-5 കാര്യങ്ങൾ പറയുക. 1, സഭയിലെ മൂപ്പന്മാർ വരണം. 2, അവർ എണ്ണ പൂശി പ്രാർത്ഥിക്കണം. 3, തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. ഒരുവന് വേണ്ടി ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കണം. ഇവിടെ ആരോ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് രോഗം വരുന്നത്, എന്തുകൊണ്ടാണ് പ്രതിസന്ധി ഉണ്ടാകുന്നതെന്നെല്ലാം വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇതു ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. ദൈവത്താൽ വരുന്ന കരമുണ്ട്, പിശാചിനാൽ വെളിപ്പെടുന്ന കരമുണ്ട്. സ്തോത്രം. ബാധയൊഴിഞ്ഞ് അവൾ സ്വസ്ഥമായി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇവൻ ഇങ്ങനെ ജനിക്കത്തക്കവണ്ണം ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടാണോ? അല്ലവേ അല്ല. ഇവങ്കിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാനുണ്ട്. ദൈവപ്രവൃത്തിയാണെങ്കിൽ അതിനുവേണ്ടി ഒരു സമയം വെളിപ്പെട്ടേ പറ്റത്തുള്ളൂ. അല്ല, അതിൻ്റെ മേൽ നീതിമാന്റെ അവകാശത്തിൻ്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ചില ബാധകൾ ഒഴിഞ്ഞു പോകാൻ, നിന്റെ തലമുറയിൽ നിന്ന് ചില ബാധകൾ, നമ്മുടെ സഭയിൽ നിന്ന് ചില ബാധകൾ, നിന്റെ ശരീരത്തു നിന്ന് ചില ബാധകൾ ഒഴിഞ്ഞു പോകാൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. സ്തോത്രം. 5-6 കൂട്ടം കാര്യങ്ങൾ പറയുകയാണ്. യാക്കോബിനോട് ദൈവം പറഞ്ഞ പദമാണ് എണ്ണ പൂശി പ്രാർത്ഥിക്കണം. എണ്ണ പൂശി പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയ അങ്ങനെ പ്രാർത്ഥിച്ച് കിട്ടിയ ആരെങ്കിലും ഉണ്ടേ ഒന്ന് കൈ ഉയർത്താമോ? ഒരിക്കലെങ്കിലും സ്തോത്രം പ്രാർത്ഥിച്ച ആരെങ്കിലും ഇതിനകത്ത് ചില കാര്യങ്ങൾ ഞാൻ കാണുന്നു. ഞാൻ പറയട്ടെ, സ്തോത്രം. ഇത് നമ്മുടെ സെൻട്രൽ പാസ്റ്റർമാരും കൊണ്ടുവന്നതല്ല. ഇവിടുത്തെ സ്തോത്രം ആദ്യകാല ഉണർവ് സമയങ്ങളിൽ വെളിപ്പെട്ടതല്ല. ഇത് യാക്കോബ് അപ്പോസ്തലന് ദൈവം കൊടുത്ത ദൂതാണ്. എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ഇന്നും എണ്ണ പൂശി പ്രാർത്ഥിച്ചാൽ വിടുതൽ നടക്കും. ഹല്ലേലൂയ. മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. മൂപ്പന്മാർ വന്ന് പ്രാർത്ഥിക്കട്ടെ. സ്തോത്രം. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഇന്ന് രാത്രി ഞാൻ പറയാം, ചിലർക്ക് വന്ന പ്രശ്നങ്ങൾ അത് ദൈവത്തിൻ്റെ കരമാണെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പിശാചിൻ്റെ പ്രവൃത്തിയാണെന്ന് പറഞ്ഞ് ഞാൻ അതിലൊന്നും ഇടപെടുന്നില്ല, അതെൻ്റെ ടോപ്പിക് അല്ലെന്ന് പറഞ്ഞ് പുറകോട്ട് പോകാനല്ല. സ്തോത്രം. ചിലരെങ്കിലും ഒരുമിച്ച് കൂടി നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നോക്കാം. ആ വിഷയത്തോട് ദൈവത്തോടൊന്ന് ഏറ്റുപറയാം. ആ വിഷയത്തിൻ്റെ വിടുതലിന് വേണ്ടി നമുക്ക് ആ വീട് വരെ ഒന്ന് പോകാം. ഒരു ദൈവപ്രവൃത്തി, മെഡിക്കൽ സയൻസ് എന്തും പറയട്ടെ, റിപ്പോർട്ട് എന്തും പറയട്ടെ, പക്ഷേ അതിന്റെ നടുവിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് പറഞ്ഞ് ഇന്ന് രാത്രി കൈയോട് കൈ ചേർക്കാൻ, തോളോട് തോൾ ചേരാൻ ദൈവപ്രവൃത്തിയില്ലാതെ പിശാചിന് ഇടം തരത്തില്ലെന്ന് പറഞ്ഞ് മുൻപിൽ നിൽക്കാൻ ഇതിനകത്ത് ആരുണ്ട്? യേശുവിന്റെ നാമത്തിൽ ജയം പ്രഖ്യാപിക്കുകയാ. സ്തോത്രം. ഒരിക്കൽ ഞാൻ മധ്യപ്രദേശിൽ ഒരു ഉൾസ്ഥലമായ അശോക് നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്കായി പോയി. അവിടെ ചെന്നപ്പോൾ ഒരു ദൈവദാസനുണ്ട്. സ്തോത്രം. അദ്ദേഹം ദീർഘ 17 വർഷങ്ങൾ ആ ദേശത്ത് കർത്താവിന്റെ വേല ചെയ്യുകയാണ്. ഒരു മനുഷ്യൻ പോലും വരുന്നില്ല, വരുന്നവരൊട്ടും നിലനിൽക്കത്തില്ല. 17 വർഷങ്ങൾ കഴിഞ്ഞിട്ട് താൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എൻ്റെ നല്ല ചെറുപ്പം മുഴുവൻ ഒരു നല്ല സമയം ഞാൻ ഇവിടെ ചെലവഴിച്ചല്ലോ, ഒരു പ്രവൃത്തിയും വെളിപ്പെടുന്നില്ലല്ലോ, ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. താൻ വല്ലാതെ അസ്വസ്ഥനാകാൻ തുടങ്ങി. ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. തൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ അതിനപ്പുറം ഒരു ആത്മാക്കളുടെ വിടുതലോ ഒരു ദൈവപ്രവൃത്തിയോ കാണുന്നില്ലെന്ന് പറഞ്ഞ് താൻ ദൈവത്തോട് കരയാൻ തുടങ്ങി, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആരോ പറഞ്ഞു ഒരു പഞ്ചാബി അവിടെ പ്രാർത്ഥിക്കാൻ വന്നു. അദ്ദേഹത്തിൻ്റെ പ്രശ്നം രാത്രി
ഉറക്കമില്ല. എന്ത് ചെയ്യാൻ തനിക്ക് പറ്റുന്നില്ല, വർഷങ്ങളായി ഉറങ്ങാൻ പറ്റുന്നില്ല. അവൻ സ്തോത്രം. ആരോ പറഞ്ഞു ഇങ്ങനൊരു പാസ്സുണ്ട്, അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ ഒരു പഞ്ചാബിയുടെ വിടുതൽ 100 കണക്ക് ആൾക്കാർ അവിടെ വന്ന് ആരാധിക്കത്തക്കവണ്ണം അതൊരു വലിയ ദൈവപ്രവൃത്തിയായി വെളിപ്പെടാനിടയായി. അവൻ സ്തോത്രം. ആ പഞ്ചാബി പോയി അവൻ വേറൊരു ലേഡിയെ വിളിച്ചോണ്ട് വന്നു. അവരുടെ പ്രശ്നം സോറിയാസിസ് ആണ്. അവൻ സ്തോത്രം. ഒരു അവൻ കുപ്പിക്കകത്ത് എണ്ണ പ്രാർത്ഥിച്ച സഹോദരിക്ക് കൊടുത്തു. അവരുടെ വീട്ടിൽ അവൻ അമ്മയ്ക്ക്, മോൾക്ക്, കൊച്ചുമോൾക്ക് 3 പേർക്ക് ഇങ്ങനെ അവൻ ചെയിൻ പോലെ, അതൊരു ചങ്ങല പോലെ കിടക്കുന്ന ആ സ്കിൻ പ്രോബ്ലം അവൻ വെറും 3 ആഴ്ച കൊണ്ട് ദൈവം അതിനെ മാറ്റാനിടയായി. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ 2 അത്ഭുതം ആ ദേശത്തൊരു ദൈവപ്രവൃത്തിയായി. അവൻ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ ദേശത്ത് ആത്മാക്കളുടെ വിടുതലിന് ഒരു 17 വർഷം താൻ വില കൊടുക്കേണ്ടി വന്നെങ്കിലും ദൈവം കൈവിട്ടില്ല. പ്രാർത്ഥന നിർത്തരുത്. ഇന്ന് രാത്രി പ്രാർത്ഥന നിർത്തരുത്. ആത്മാവിൽ കരയാൻ തുടങ്ങ്. ദൈവപ്രവൃത്തി കണ്ടല്ലാതെ, വാഗ്ദത്തം വെളിപ്പെട്ടല്ലാതെ, ആ കുടുംബം പുറത്തു വന്നല്ലാതെ, ദേശത്തുണർവ് നടന്നല്ലാതെ, എന്റെ തലമുറയെ ഉപയോഗിച്ചല്ലാതെ പുറകോട്ട് ഞാൻ പോകത്തില്ല. ക്ഷീണിപ്പിക്കുന്ന മേഖലകൾ ഈ രാത്രി വഴിമാറട്ടെ. പ്രാർത്ഥനയ്ക്ക് കയറാൻ കഴിയാതെ ക്ഷീണിപ്പിക്കുന്ന മണ്ഡലങ്ങൾ ഈ രാത്രി വഴിമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അവൻ ചിലരുടെ പ്രാർത്ഥനകളുടെ മറുപടി വെളിപ്പെടാൻ സമയമായി. ചിലരുടെ പ്രാർത്ഥനകളുടെ മറുപടി വെളിപ്പെടാൻ സമയമായി. പ്രൈസ് ദി ലോർഡ്. ആ ഭാഗം വിടുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ആമേൻ. പരിശുദ്ധാത്മാവും പുത്രനും നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നെങ്കിൽ മധ്യസ്ഥത അണയ്ക്കുന്നത് അത്ര ചെറിയ കാര്യമല്ല. ദൈവം ചിലരെ അന്വേഷിക്കുന്നു. എസ്കലിനോട് പറയുകയാണ്, അരമുറുക്കി പട്ടണത്തിൽ ഇടിവിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്ക്. ഉണ്ടെങ്കിൽ അവരെ മാർക്ക് ചെയ്ത് നിർത്ത്, അവരെ അടയാളപ്പെടുത്ത്. തിരിച്ചു വന്നിട്ട് പറയുക, ഒരാളെ പോലും കണ്ടില്ല. ഇന്ന് രാത്രി ആ ക്യാമറ നമ്മിലേക്ക് വിടിച്ചാൽ, ആമേൻ, അത് നമ്മിലേക്കൊന്ന് തിരിച്ചാൽ ഇന്ന് രാത്രി സ്വർഗം സന്തോഷിക്കുമോ? ആമേൻ, സ്തോത്രം. ആമേൻ, സ്തോത്രം. മറുപടി പറയേണ്ടത് ഞാനും നിങ്ങളുമാണ്. ഇന്ന് രാത്രി കഴിവില്ലെന്ന് പറഞ്ഞ് പുറകോട്ട് പോകാൻ പറ്റത്തില്ല. കർത്താവെ, അതിനായി എന്നെ സമർപ്പിക്കുന്നെന്ന് പറയാൻ കഴിയട്ടെ. ഭാഗം ഞാൻ വിടുന്നു. 3 ആമേൻ, സ്തോത്രം. ആമേൻ. 17-18 വാക്യങ്ങളാണ്. ഏലിയാവ് നമുക്ക് സ്വഭാവമുള്ള മനുഷ്യൻ. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. 3.5 വർഷം ദേശത്ത് മഴ പെയ്തില്ല. വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ അവൻ ദേശത്ത് മഴ പെയ്ത് ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഏലിയാവിൻ്റെ 5 പ്രാർത്ഥനകൾ. ഒന്നാമത്തെ പ്രാർത്ഥന മഴ പെയ്യാതിരിക്കാനുള്ള പ്രാർത്ഥന. ദൈവം പറഞ്ഞു, നീ കൊട്ടാരത്തിൽ പോയി ആഹാബിനോട് പറയണം, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി എന്ത് ചെയ്യത്തില്ല, മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. ആ പ്രാർത്ഥനയിൽ ആകാശം പൂട്ടി താക്കോല് പോക്കറ്റിലിട്ട മനുഷ്യനാണ് ഏലിയാവ്. സ്തോത്രം. രാജാവ് വിചാരിച്ചു ഇത് ചുമ്മാതെ പുലമ്പുകയാണ്, നല്ല. പിന്നീട് ഒരു 3.5 വർഷം കഴിഞ്ഞു മഴ പെയ്യാൻ. രണ്ടാമത്തെ ഏലിയാവിൻ്റെ പ്രാർത്ഥന മരിച്ചുപോയ കുട്ടിയെ ഉയർപ്പിച്ച പ്രാർത്ഥന. സ്തോത്രം. 3-ാമത്തെ പ്രാർത്ഥന ആകാശത്തു നിന്ന് തീയിറങ്ങാനുള്ള പ്രാർത്ഥന. 4-ാമത്തെ പ്രാർത്ഥന ആകാശം തുറന്ന് മഴ പെയ്യാനുള്ള പ്രാർത്ഥന. 5-ാമത്തെ പ്രാർത്ഥന ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് ആമേൻ, ഞാൻ ഇസബേലിൻ്റെ കയ്യിൽ പെടരുതെന്ന് പറഞ്ഞ് ആമേൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന. അതിലെ 4-ാമത്തെ പ്രാർത്ഥനയായ മഴ പെയ്യിക്കാനുള്ള പ്രാർത്ഥന. അതിനെക്കുറിച്ച് പഠിതാക്കൾ പറയുന്നത് അത് സാധാരണ പ്രാർത്ഥനയല്ല. മുഴങ്കാലുകൾക്ക് നടുവിൽ തലവെച്ച് അവൻ സ്തോത്രം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ പിന്നിൽ 1, 2, 3 അവൻ 6, 7 തവണ സഞ്ചരിക്കേണ്ടി വന്നു. 7 തവണയും പ്രാർത്ഥിച്ച് 7-ാമത്തെ പ്രാവശ്യമാണ് കൈ പോലൊരു മേഘം പൊങ്ങിയത്.
അതിനെക്കുറിച്ച് പറയുന്നത് അത് അദൃശ്യ മണ്ഡലങ്ങളിൽ വെളിപ്പെട്ട ആധിപത്യങ്ങളെ വെട്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. ഒന്നാമത്തെ പ്രാർത്ഥന പറഞ്ഞുടനെ ആകാശം പൂട്ടി, പിന്നെ മഴ പെയ്തില്ല. പക്ഷെ ഞാൻ പറയട്ടെ, അവൻ നാലാമത്തെ പ്രാർത്ഥന അത്ര നിസാരമായിരുന്നില്ല. ആകാശത്ത് നിന്ന് തീയിറക്കണമെന്ന് ഒരു കൊച്ചു പ്രാർത്ഥന. ഞാൻ നിന്റെ ദാസനെന്നും നീ ജീവനുള്ള ദൈവമെന്നും ഈ ജനം അറിയേണ്ടതിന് ആകാശത്ത് നിന്ന് തീയിറക്കണം. അവൻ സ്തോത്രം. സെക്കൻഡുകളിൽ പ്രാർത്ഥന തീർന്നു, ആകാശം കീറി തീയിറങ്ങി വന്നു. അവൻ പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, നാലാമത്തെ പ്രാർത്ഥന വില കൊടുക്കേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അങ്ങനെ ഒരു മേഖലയിലേക്ക് ദൈവം ചിലതിനെ ആക്കി വയ്ക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഉണ്ടോ? വില കൊടുത്ത് പ്രാർത്ഥിക്കാൻ, ആത്മമണ്ഡലങ്ങളിൽ പോരാടി പ്രാർത്ഥിക്കാൻ. തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആത്മമണ്ഡലങ്ങളിൽ പോരാടി പ്രാർത്ഥിക്കാൻ. നമ്മുടെ ശരീരത്തിൽ ഒരു കൊതുക് വന്നിരുന്നാൽ നമ്മുടെ ബ്രെയിൻ അറിവ് കൊടുക്കുകയാണ്. നാം പറയാതെ കൈ അവിടേക്ക് വരും, കണ്ണവിടേക്ക് വരും. നാം ആ കൊതുവിനെ അടിച്ചു കൊല്ലും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ശരീരത്തിൽ വെളിപ്പെട്ട സാധനത്തെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ മനസ്സിലാക്കി അതിനെ നമ്മൾ മാറ്റിയെങ്കിൽ ആത്മമണ്ഡലത്തിൽ എങ്ങനെ കാണാൻ പറ്റും? അതിനൊരു കണ്ണുണ്ടാകണം, അതിനൊരു കാതുണ്ടാകണം. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത്. പറഞ്ഞേ, അറിയാവുന്നവർ പറഞ്ഞേ, ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോട്, ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൻ്റെ അധിപതിയോട്. PMGക്കകത്ത് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമൈതലേ, സാധാരണ മേഖലയിൽ യുദ്ധം ചെയ്യാനല്ല നിന്നെ വിളിച്ചത്. സാധാരണ പൊത്തുപൊരുത്ത പ്രാർത്ഥനയിൽ ഒരു പരുവത്തിന് എഴുന്നേൽക്കാനല്ല വിളിച്ചത്. ഇന്ന് രാത്രി ചിലതിനെ നോക്കി ഞാൻ ആത്മാവിൽ പറയുകയാ, പൈശാചിക മണ്ഡലങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ. അർത്ഥമനം, നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനമെന്ന വാളും ആത്മശക്തിയുടെ ആഴവും അവൻ ചിലതിനെ വെട്ടിക്കളയുമെന്ന് പറഞ്ഞാൽ എത്ര പേർ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യും? അല്പസമയം അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിച്ച്, ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആദർശ മണ്ഡലങ്ങളിൽ വെളിപ്പെടുന്ന ഇരുട്ടിന്റെ ശക്തിക്കെതിരെ ആത്മാവിൽ യുദ്ധം ചെയ്യാൻ ഇതിനകത്തൊരു തലമുറ എഴുന്നേൽക്കട്ടെ. അദർശ്യ മണ്ഡലങ്ങളിൽ യുദ്ധം ചെയ്യുന്ന ചില ഇരുട്ടിന്റെ ശക്തികൾക്കെതിരെ ആത്മമണ്ഡലങ്ങളിൽ യുദ്ധം ചെയ്യുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. വചനത്തിന്റെ ശക്തി ഇന്നു രാത്രി ചില മേഖലകളിൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്നു രാത്രി ആത്മമണ്ഡലത്തിൽ ഒന്ന് കയറി പ്രാർത്ഥിക്കാൻ ആരുണ്ട്? ഷാജു വെല്ലുവിളിക്കുമ്പോൾ ഇന്ന് രാത്രി അതിന്റെ നടുവിലേക്ക് ഇറങ്ങിച്ചെന്ന്, അതിന്റെ നടുവിലേക്ക് ഇറങ്ങിച്ചെന്ന് ആത്മാവിൽ അതിനെതിരെ യുദ്ധം ചെയ്യാൻ. അങ്ങനെ ഒരു പുതപ്പിന്ന് രാത്രി ചിലതിന്റെ മേൽ വീഴട്ടെ. അങ്ങനെ ഒരു പുതപ്പിന്ന് രാത്രി ചിലതിന്റെ മേൽ വീഴട്ടെ. നീ പറയുന്ന അന്യഭാഷയ്ക്ക് ശക്തിയുണ്ട്, നീ പറയുന്ന അന്യഭാഷയ്ക്ക് ശക്തിയുണ്ട്. വേദന, രോഗാത്മാക്കൾ അഴിക്കുന്ന, രോഗാത്മാക്കളെ അഴിച്ചു മാറ്റുന്ന യെസ് യേശുവിന്റെ നാമത്തിൽ. ജീസസ്, ജീസസ്. വെളിപ്പാടുകളുടെ ആധിക്യമുള്ള മനുഷ്യൻ, മൂന്നാം സ്വർഗത്തോളം പോയ മനുഷ്യൻ, ദിവ്യദർശനങ്ങളെ കണ്ട മനുഷ്യൻ. സ്തോത്രം. ക്ലമന്തിൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടെന്ന് അവിടെ പോയി ജീവന്റെ പുസ്തകം കണ്ട മനുഷ്യൻ. കൂണ് കുരുക്കുന്ന പോലെ സഭകൾ പുറത്തു വന്നത് ആത്മമണ്ഡലത്തിലെ പ്രാർത്ഥനയില്ല. തിരിച്ചറിയുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക.
അർത്ഥമനകച്ചി ചില പട്ടണങ്ങളെ ഭരിച്ച വ്യാപാരങ്ങളെ കൊമ്പ് കുത്തിക്കത്തക്കവണ്ണം ആത്മമണ്ഡലത്തിൽ പ്രാർത്ഥിക്കാൻ ഒരുവൻ സജ്ജമായപ്പോൾ, ആത്മമണ്ഡലത്തിൽ പ്രാർത്ഥിക്കാൻ ഒരുവൻ സജ്ജമായപ്പോൾ പൈശാചിക ആധിപത്യങ്ങൾ താഴെ വീഴുവാനിടയായി. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഈരണ്ടായി അയച്ചു. അവൻ സ്തോത്രം അവരോട് പറഞ്ഞു, നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കണം, ഹല്ലേലൂയ, രോഗികളെ സൗഖ്യമാക്കണം. അവർ തിരിച്ചു വന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയുകയാ, അവരതിൻ്റെ റിസൾട്ട് പറയുകയാ. അവർ പറയുകയാ, ഞങ്ങൾ കണ്ടു അവൻ സ്തോത്രം ഭൂതങ്ങൾ ഇളകുന്നത്, ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഉടനെ കർത്താവ് അവരോട് പറയുന്ന ഒരു പദമുണ്ട്, ഞാൻ കണ്ടു അവൻ ആകാശത്ത് നിന്ന് മിന്നൽ പോലെ സാത്താൻ വെട്ടേറ്റ് നിലത്തു വീഴുന്നത്. ഇന്ന് രാത്രി ഈ ഉപവാസ പ്രാർത്ഥനയിൽ എത്ര പേർ ആത്മാവിൽ തിരിച്ചറിയും അവൻ തലവിടുത്ത് നിൽക്കുന്ന ചില വ്യാപാരങ്ങൾ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തത്തില്ലെന്ന്, അർത്ഥമനകചസിയാന ദൈവിക വിടുതലുകൾ സംഭവിപ്പിക്കത്തില്ലെന്ന്, നിന്റെ കുടുംബത്തിനകത്തത് വെളിപ്പെടാൻ അനുവദിക്കത്തില്ലെന്ന്, അങ്ങനെ നിരന്നു നിൽക്കുന്ന മണ്ഡലങ്ങളെ അർത്ഥമന അധികാരത്തിന്റെ ശബ്ദത്തിൽ നിന്നുകൊണ്ട് ആത്മാവിൽ വെട്ടിക്കളയുന്ന നാവുകൾ, ആത്മാവിൽ വെട്ടിക്കളയുന്ന നാവുകൾ, ആത്മാവിൽ വെട്ടിക്കളയുന്ന നാവുകൾ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചിലതിന്റെ മേൽ അങ്ങനെ ഒരു പകർച്ച. Yes, 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 yes. Dura jana thana mana siya regal kama adara jalagadaga shaidal അർത്ഥവേദനം ദൂരവക്ഷണം ദുരവാനകചസിയാന തിരിച്ചറിയുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. അവൻ കൊലോസ്യർ 4:12 ഒന്ന് വേഗത്തിൽ നോക്കിയേ. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അവൻ 12-ാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പഫ്രാസ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടുന്നു. ഒരു നല്ല സ്തോത്രം പറഞ്ഞേ. എപ്പഫ്രാസ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടുന്നു. കൊലോസ്യർക്ക് അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ സ്തോത്രം ഹല്ലേലൂയ, കൊലോസ്യർക്ക് മാത്രമല്ല അവൻ ഹിയരപ്പൊലിക്കാർക്ക് ലവോദിക്കക്കാർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടുന്നു. ഇന്ന് രാത്രി ദൈവസഭയ്ക്കകത്ത് ചില എപ്പഫ്രാസുമാർ എഴുന്നേറ്റ് വരണം. പ്രാർത്ഥനയിൽ പോരാടുന്ന എപ്പഫ്രാസുമാർ എഴുന്നേറ്റ് വരണം. അവൻ പൗലോസിന്റെ അവൻ സ്തോത്രം പ്രോഡക്റ്റ് ആണ്. അവൻ സ്തോത്രം എപ്പഫ്രാസ്. പൗലോസ് പറയുകയാ, എന്നോടുകൂടെ എന്നെ കാണാൻ കാരാഗ്രഹത്തിൽ വന്നവനാണ് എപ്പഫ്രാസ്. അവന്റെ പ്രാർത്ഥന ഞാൻ ശ്രദ്ധിച്ചു. അവന്റെ പ്രാർത്ഥന ഒരു സാധാരണ പ്രാർത്ഥനയല്ല. അവന്റെ പ്രാർത്ഥന മധ്യസ്ഥതയണച്ചുള്ള പ്രാർത്ഥനയല്ല. അവന്റെ പ്രാർത്ഥന അതിനേക്കാൾ എത്രയോ ഹയർ ലെവലിലാണ്. ഞാനത് ആത്മമണ്ഡലത്തിൽ കണ്ടു. അവൻ ചിലതിനെതിരെ അവൻ യുദ്ധം പ്രഖ്യാപിച്ച് ആത്മമണ്ഡലത്തിൽ പോരാടുക. ഇന്ന് രാത്രി മധ്യസ്ഥത അണയ്ക്കുന്ന ദൈവമൈതലേ, നിന്റെ പ്രാർത്ഥനയുടെ സ്റ്റൈല് ദൈവം മാറ്റുക. നിന്റെ പ്രാർത്ഥനയുടെ സ്റ്റൈല് ദൈവം മാറ്റുക. നിന്റെ പ്രാർത്ഥനയുടെ സ്റ്റൈല് ദൈവം മാറ്റുക. ചിലതിന്റെ മേൽ അധികാരം ഈ ദിവസങ്ങളിൽ ദൈവം പകരുക. ആത്മമണ്ഡലത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച് അവൻ തികഞ്ഞവരാകേണ്ടതിന്, നിങ്ങൾ ദൈവഹിതം സംബന്ധിച്ച് തികഞ്ഞവരും പൂർണ്ണ നിശ്ചയവും ഉള്ളവരാകേണ്ടതിന് അധികാരമുള്ള നാസറേനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചിലതിന്റെ മേൽ പോരാടി പ്രാർത്ഥിക്കുന്ന ഒരു ആത്മമണ്ഡലം തുറക്കട്ടെ. ആത്മാവിൽ പ്രാർത്ഥിച്ച് ദൈവം നിന്നെ അതിനായി അഭിഷേകം ചെയ്യുകയാ. ദൈവം നിന്നെ അതിനായി അഭിഷേകം ചെയ്യുകയാ.
Yes. 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 Jesus. അപ്പുറത്ത് ബാല് നിന്നിട്ട് പറയുകയാ, അവൻ സ്തോത്രം, ഇവിടെ മഴ പെയ്യിക്കത്തില്ല. അപ്പുറത്ത് ബാല് നിന്നിട്ട് പറയുകയാ, ഇവിടെ ഞങ്ങൾ മഴ പെയ്യിക്കത്തില്ല. ഹല്ലേലൂയ. നീ കുട്ടിയെ ഉയർപ്പിച്ചുള്ളത് ശരിയാ, നീ മഴ അവൻ അടച്ചെന്നുള്ളത് ശരിയാ, ആകാശത്തുനിന്ന് തീ ഇറക്കി എന്നുള്ളത് ശരിയാ. ഇന്ന് രാത്രി ഞാൻ പറയാ, പ്രാർത്ഥിച്ച് ചിലതൊക്കെ നേടുമ്പോൾ അപ്പുറത്ത് നിനക്കെതിരെ ഒരു വെല്ലുവിളിയുണ്ട്. അർത്ഥമനകജസി, ഇന്ന വിഷയം നടത്തത്തില്ല, ഇന്ന വിഷയം നടത്തത്തില്ല, ഇന്ന വിഷയം ഞാൻ ചെയ്തു തരത്തില്ല, അതിനെ ഞാൻ ഏറ്റവും നഖവും ശക്തിയും ഉയർത്തി അതിനെ ഞാൻ തടയും. ഇന്ന് രാത്രി തടയുന്ന മണ്ഡലത്തെ ആത്മാവിൽ കാണാൻ ഒരു ദേശത്തിനോ ഇരുട്ടിന്റെ ആധിപത്യത്തിനോ അർപ്പണത്തിനോ തർപ്പണങ്ങൾക്കോ ഏലസുകൾക്കോ തകിടുകൾക്കോ നിന്റെ പ്രാർത്ഥനയെ തടയാൻ പറ്റത്തില്ല. യെസ്, യെസ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പ്രബലപ്പെട്ടു നിൽക്കുന്ന ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ ഈ രാത്രി തകരട്ടെ. പോരിന് എന്റെ കരങ്ങളും യുദ്ധത്തിന് എന്റെ കൈകളും അഭ്യസിപ്പിക്കുന്ന ദൈവം. പോരിന്റെ വിരലുകളെയും യുദ്ധത്തിനായി എന്റെ കൈകളെയും അഭ്യസിപ്പിക്കുന്ന ദൈവം ഇന്ന് രാത്രി ചിലതിനെ പോരാടാൻ ഈ തലമുറയിൽ ചിലത് എഴുന്നേൽക്കട്ടെ, ഈ തലമുറയിൽ ചിലത് എഴുന്നേൽക്കട്ടെ. പൗലോസ് പോലും ഞെട്ടിപ്പോയി. പൗലോസ് നോക്കുമ്പോൾ കാണുക, ഇവൻ സാധാരണക്കാരനല്ല. അർത്ഥമനകജസിയാന അവൻ സ്തോത്രം, ഇവൻ്റെ പ്രാർത്ഥനാ മണ്ഡലങ്ങൾ അവൻ സ്തോത്രം ചില മേഖലകളെ വെട്ടിക്കളയുക, അതിനെതിരെ പോരാടുക എന്ന് പറഞ്ഞാൽ ലവോദിക്കക്കാർ കൃപയിൽ നിന്ന് പോകരുത് എന്ന് പറഞ്ഞാൽ ഹീയരപ്പൊലിക്കാർ ദൈവകൃപയിൽ പൂർണ്ണ നിശ്ചയത്തിൽ നിന്ന് പുറത്തോട്ട് പോകരുത്. അവൻ കൊലോസ്യയിലുള്ളവർ അതിന് താഴേക്ക് പോകരുത്. അവൻ ആ പുസ്തകമൊക്കെ വിശദീകരിക്കുമ്പോൾ അവൻ നമുക്കത് കാണാൻ പറ്റും. ഹല്ലേലൂയ. അവൻ സ്തോത്രം ചതിക്കപ്പെടുന്ന ലോകങ്ങൾ, അവൻ സ്തോത്രം തകർക്കുന്ന ലോകങ്ങൾ, അവൻ ഒക്കെ വശീകരിക്കുന്ന ലോകങ്ങളുടെ നടുവിൽ കൊലോസ്യ ദൈവസഭ തകരരുത് എന്ന് പറഞ്ഞ് ആത്മമണ്ഡലത്തിൽ പോരാടുക. ഇന്ന് രാത്രി 3 സഭകളിൽ എത്ര ആത്മാക്കളുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒരുവൻ കാരാഗ്രഹത്തിൽ കിടന്ന് ആത്മമണ്ഡലത്തിൽ പോരാടുമ്പോൾ അർത്ഥമനകചി ചിലതിൻ്റെ തലേന്നത് ഒഴിഞ്ഞു മാറുക, ചിലതിൻ്റെ തലേന്നത് ഒഴിഞ്ഞു മാറുക, ചിലതിൻ്റെ പുറകിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അർത്ഥമനകചി ഒരു സ്ഥലത്ത് വീണ്ടും വീണ്ടും വെട്ടിക്കൊണ്ടിരുന്നാൽ ആയുധം മൂർച്ചയുള്ളതാണെങ്കിൽ ആ മുഅമൻ കൊള്ളുന്ന ഭാഗം വെച്ച് മുറിഞ്ഞു മാറുമെങ്കിൽ ഇന്ന് രാത്രി നീ വെട്ടിത്തുടങ്ങ്, ഇന്ന് രാത്രി നീ വെട്ടിത്തുടങ്ങ്. അവൻ ചിലത് മുറിഞ്ഞു മാറട്ടെ, ചിലത് മുറിഞ്ഞു മാറട്ടെ, ചിലത് മുറിഞ്ഞു മാറട്ടെ. അർത്ഥമന ചില പിന്തുടർച്ചകൾ മുറിഞ്ഞു മാറട്ടെ, ചില പിതൃപാരമ്പര്യ ശക്തികൾ മുറിഞ്ഞു മാറട്ടെ, ചില ശാപത്തിന്റെ കെട്ടുകൾ മരണ ഭയങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ ഒന്ന് കയറിയേ, നിന്റെ അന്യഭാഷയ്ക്ക് അതിന് കഴിയും. ചിലത് മുറിയുന്ന വെളിപ്പാട്, ചിലത് മുറിയുന്ന വെളിപ്പാട്, അവൻ ചില ചങ്ങലകൾ മുറിയുന്ന വെളിപ്പാട്, ചില ചങ്ങലകൾ പൊട്ടുന്ന വെളിപ്പാട്, വർഷങ്ങൾ പഴക്കമുള്ള കെട്ടുകൾ പൊട്ടുന്നത്, ശരീരത്തോട് വാദിക്കുന്ന, നിന്റെ വാഴ്ചത്വത്തോട് വാദിക്കുന്ന, നിന്റെ കുടുംബത്തോട് വാദിക്കുന്ന ആ മണ്ഡലങ്ങൾ ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു കൈപോലൊരു മേഘം, കൈപോലൊരു മേഘം, കൈപോലൊരു മേഘം തോക്കാനല്ല വിളിച്ചത്.
തോക്കാനല്ല വിളിച്ചത്, തോക്കാനല്ല വിളിച്ചത്, തോക്കാനല്ല വിളിച്ചത്. കൈ പോലൊരു മേഘം, കൈ പോലൊരു മേഘം. ഒന്നാമത്തെ പ്രാവശ്യം ഒന്നും കണ്ടില്ല, രണ്ടാമത്തെ പ്രാവശ്യം ഒന്നും കണ്ടില്ല. എന്നാൽ പിന്നെ ഇനി എഴുന്നേറ്റ് പോകാമെന്നല്ല പറഞ്ഞേ. ഞാൻ കേട്ട മഴയുടെ വാഗ്ദത്തത്തിനായി, കേട്ട മുഴക്കത്തിനായി ഞാനത് വെളിപ്പെടുന്നിടം വരെ വിട്ടുതരത്തില്ല. എൻ്റെ അവകാശത്തെ ഞാൻ വിട്ടുതരത്തില്ല, എൻ്റെ വാഗ്ദത്തങ്ങളെ ഞാൻ വിട്ടുതരത്തില്ല, എൻ്റെ ആലോചന, എന്നോടുള്ള ദൈവാലോചന ഞാൻ വിട്ടുതരത്തില്ല. ഏഴാമത്തെ പ്രാവശ്യം പോയിട്ട് വന്നവൻ 6 പ്രാവശ്യവും നോ എന്ന് പറയുമ്പോൾ, ഏഴാമത്തെ പ്രാവശ്യം വന്നവൻ പറയുന്നത് നോ എന്നല്ല പറഞ്ഞത്, യെസ് എന്ന് വെളിപ്പെടുക, യെസ് എന്ന് വെളിപ്പെടുക. അതരകച്ച ചെയ്യാന ഇന്ന് രാത്രി അർത്ഥമന ചില യെസ്സുകൾ വെളിപ്പെടാൻ സമയമായി, ചില മറുപടികൾ വെളിപ്പെടാൻ സമയമായി, ചില പ്രാർത്ഥനയുടെ മറുപടികൾ വെളിപ്പെടാൻ സമയമായി. അർത്ഥമന ചിലതിൻ്റെ വായിൽ നിന്ന്, ചിലതിൻ്റെ കരത്തിൽ നിന്ന്, ചിലതിനെ ദൈവം വെട്ടി പുറത്തെടുക്കുക. അതിന് നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ആ കരങ്ങളൊന്ന് ചേർത്തടിച്ച് ശക്തിയോടെ സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിന്. എല്ലാ കരങ്ങളും ചേർത്തടിച്ച് ഇന്ന് രാത്രി ആ മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറട്ടെ, ഇന്ന് രാത്രി ആ മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറട്ടെ, ഇന്ന് രാത്രി ആ മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ ആന്തരിക അവയവങ്ങൾ, ഹാർട്ട് സംബന്ധമായ കെട്ടുകൾ ഇന്ന് രാത്രി ആത്മാവിൽ അഴിച്ചു മാറ്റുക. നിരാശകൾ മാറട്ടെ, നിരാശകൾ മാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ. അധികാരമുള്ള നസറേനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അവൻ മധ്യസ്ഥത അണയ്ക്കുന്ന ചിലർ എഴുന്നേൽക്കട്ടെ. അവൻ ആത്മമണ്ഡലത്തിൽ ഇരുട്ടിന്റെ ശക്തിക്ക് വെല്ലുവിളിയായി, ഇരുട്ടിന്റെ ശക്തിക്ക് വെല്ലുവിളിയായി ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ഇരുട്ടിന്റെ ശക്തിക്ക് വെല്ലുവിളിയായി ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിചാരത്തിന് വെല്ലുവിളിയായി ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ആ പദം എന്നോട് പറയുന്നു, ഇരുട്ടിന്റെ ശക്തിക്ക് നീ ഒരു വെല്ലുവിളിയാ, ഇരുട്ടിന്റെ ശക്തിക്ക് നീ ഒരു വെല്ലുവിളിയാ. നിന്റെ സ്തോത്രത്തിന് അതിനെ തകർക്കാൻ പറ്റും, നിന്റെ ആരാധനയ്ക്ക് അതിനെ തകർക്കാൻ പറ്റും, ദൈവത്തോടുള്ള നിന്റെ വിശുദ്ധിയുടെ അടുപ്പത്തിന് അതിനെ തകർക്കാൻ പറ്റും. യെസ് 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 ഈ രാത്രി അത് സംഭവിക്കട്ടെ. കുടുംബങ്ങളെ ശിഥിലമാക്കുന്നതിന് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വെട്ടുക. ജീസസ് ജീസസ് ജീസസ്. Hallelujah, hallelujah, hallelujah. Chuda bada bala ba shaida baba baba rigal kharajada. Hallelujah. നന്ദി കർത്താവേ, നന്ദി. കരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട് ഒരിക്കൽ കൂടെ ശക്തിയോടെ ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. കേൾപ്പിച്ച ആലോചനയ്ക്ക് മുൻപാകെ നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഇന്ന് പകലും രാത്രിയിലും ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി നമ്മോട് സംസാരിച്ചു. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയുടെ പ്രത്യേക തലങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെട്ടു. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവർ പാട്ടുപാടട്ടെ, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവർ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. വ്യക്തിപരമായ പ്രാർത്ഥന നമുക്ക് ആവശ്യമെന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് കൃത്യമായി സംസാരിച്ചു. ഹല്ലേലൂയ. പോരാ, മധ്യസ്ഥത ചെയ്യുന്ന മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരനുഭവം വേണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് കൃത്യമായി ഇടപെട്ടു. പോരാടി ആത്മമണ്ഡലത്തിൽ കയറി പ്രാർത്ഥിക്കണമെന്ന് ആത്മാവ് വ്യക്തമായി നമ്മോട് ഇടപെട്ടു. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഭംഗം വരരുത്. പ്രാർത്ഥനയുടെ തലങ്ങളിലേക്ക് ദൈവം പ്രത്യേക പരിശുദ്ധാത്മാവ് പ്രത്യേക തലങ്ങളിലേക്ക് നമ്മെ നടത്തി ഓരോ ദിവസവും പ്രാർത്ഥനയുടെ അളവ് കൂടട്ടെ.
ഉണ്ടാകട്ടെ. പോരാടിയുള്ള പ്രാർത്ഥന കൂടട്ടെ. പതിവ് പോലെയുള്ള പ്രാർത്ഥന യേശു കർത്താവ് പതിവ് പോലെ പ്രാർത്ഥിച്ചതുപോലെ, ഒരു പതിവ് പോലെ യേശു കർത്താവ് ഉപദേശിച്ചതുപോലെ, പള്ളിയിൽ പോയി അതേ പതിവ് പോലെ പുസ്തകം വായിച്ചതുപോലെ നമുക്ക് ഒരു പതിവുണ്ടാകട്ടെ. ദാവീദ് പ്രാർത്ഥിച്ചു, വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ചു കരയും. അതേ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദാനിയേല് ഹല്ലേലൂയ പതിവുപോലെ പ്രാർത്ഥനയ്ക്ക് പതിവുപോലുള്ള പ്രാർത്ഥന ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ അനുസരിച്ച് പ്രാർത്ഥന കുറയ്ക്കുവാൻ കഴിയുകയില്ല. പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിൽ നമ്മളെടുത്ത തീരുമാനമാണ്. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥന മരിക്കുകയില്ല. നിന്നോടുള്ള വാഗ്ദത്തം മരിക്കുകയില്ല. രാജാതി രാജാവ് നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥനയിൽ എത്ര പേര് ആമേൻ ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുവാൻ കഴിയും? എപ്പപ്രാസിനെ പോലെ പ്രാർത്ഥിക്കുവാൻ കഴിയും. നിങ്ങൾ തികഞ്ഞവരും ദൈവവിഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു എന്ന് നമ്മൾ കേട്ടല്ലോ. നമ്മുടെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ അവസാനമായ ദൂത്, നമ്മൾ പ്രാർത്ഥന പോരാളികളായി, പ്രാർത്ഥന ഹല്ലേലൂയ സഹകാരികളായി നിന്ന് ദേശത്തിന് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി ആമേൻ നാം ഇടിവ് നിന്ന് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഉത്ബോധിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രികാല തീരുമാനത്തോട് നമുക്ക് മടങ്ങിപ്പോകണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിന്റെ വിഷയവും ദൈവം അവിടുന്ന് നടത്തി തരുന്ന ദൈവമാണ്. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇയ്യോബിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം നൽകി എങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിനെ ഹല്ലേലൂയ ദൈവം കൈവിടുകയില്ല. ഈ ദിവസങ്ങളിൽ ആത്മമണ്ഡലത്തിൽ പോരാടി നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഇരുളിന്റെ ശക്തികൾ അഴിഞ്ഞു മാറും. ഹല്ലേലൂയ. ആമേൻ. നിന്നെ വെല്ലുവിളിച്ച് നിന്റെ ഭവനത്തോട് പോരാടുന്ന, നിന്റെ തലമുറയോട് പോരാടുന്ന, നിന്റെ ഭാവിയോട് പോരാടുന്ന പോരുകള് ആത്മാവ് വെട്ടി മാറ്റും. യേശുവിന്റെ രക്തം ചെയ്യാം. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഒരു നിമിഷം ഹൃദയം ദൈവസന്നിധിയിൽ നിന്ന് പകർന്നാട്ട് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഇംഗ്ലീഷ് വർഷിപ്പിലെ അനിസാറ് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. ആമേൻ. ബഹുമാന്യ പാഷമേ വരി സൗരികൾ ആശീർവാദം പറഞ്ഞും ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുമല്ലോ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ തലങ്ങൾ കർത്താവേ ഞങ്ങളോട് സംസാരിച്ചല്ലപ്പ. ദൈവമേ, ഈ നാളുകളിൽ കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ ഹൃദയങ്ങളുടെ കർത്താവേ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രാർത്ഥനയുടെ തലങ്ങൾ കർത്താവേ ഹല്ലേലൂയ, മധ്യസ്ഥ പ്രാർത്ഥനയുടെയും പേഴ്സണൽ പ്രാർത്ഥനകളുടെയും കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ, ആത്മാവിൽ ജാഗരിച്ചുള്ള പ്രാർത്ഥനകളുടെയും കർത്താവേ ഹല്ലേലൂയ ദൈവമേ തലങ്ങൾ കർത്താവേ ഞങ്ങളോട് ദൈവമേ അത്ഭുതകരമായി സംസാരിച്ചു കർത്താവേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവേ പുതിയ ഉണർവും ഉന്മേഷവും കർത്താവേ ഹല്ലേലൂയ നൽകി. കർത്താവേ, ഞങ്ങളുടെ വാഗ്ദത്തങ്ങൾ അങ്ങ് വിശ്വസ്തനാണെന്ന് ഞങ്ങളോട് പറഞ്ഞു. അപ്പാ ഹല്ലേലൂയ ഹല്ലേലൂയ, ജീവിതത്തിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ വളരെ പ്രധാനപ്പെട്ട പ്രതികൂല സാഹചര്യങ്ങളിൽ കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥന നിലകളിൽ ദൈവമേ ഹല്ലേലൂയ ഉയർന്നു വരേണ്ട സാഹചര്യങ്ങളും കർത്താവേ സഭയിൽ കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾ കൂട്ടമായി ദൈവമേ ഹല്ലേലൂയ ഞങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷമങ്ങളും മാറത്തക്ക രീതിയിൽ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കർത്താവ് ഉയരുവാൻ കർത്താവേ ഞങ്ങളോട് ദൈവമേ ഹൃദ്യമായി അങ്ങ് ഇടപെട്ട് സംസാരിച്ചതിനായി സ്തുതിക്കുന്നപ്പ. ദൈവമേ, വ്യക്തിപരമായി കർത്താവേ അങ്ങ് ഹൃദയങ്ങളോട് ഇടപെട്ട വിധങ്ങൾ ഞങ്ങൾ അറിയുന്നു കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് കർത്താവേ ഹല്ലേലൂയ ഞങ്ങളോട് ദൈവമേ ഹല്ലേലൂയ ഹൃദ്യമായി കർത്താവേ ഇന്ന് സംസാരിച്ചു. ദൈവമേ ഹല്ലേലൂയ, ഇത്രത്തോളം കർത്താവേ ഞങ്ങളെ സഹായിച്ചല്ലോ, ഇത്രത്തോളം അങ്ങ് ഞങ്ങളുടെ കൃപകൾ നിർത്തിയല്ലോ അപ്പാ. ഹല്ലേലൂയ, ഇത്രത്തോളം ശ്രേഷ്ഠമായ ആരാധനകളെ വീണ്ടും ഞങ്ങൾക്ക് നൽകി തന്നല്ലോ കർത്താവേ. സഭയായി കർത്താവേ ഞങ്ങൾ താഴ്ന്നു, ഞങ്ങൾ ഓരോരുത്തരും വ്യക്തികളായി, കുടുംബങ്ങളായി, കുഞ്ഞുങ്ങളായി കർത്താവേ, യുവാക്കളായി കർത്താവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിച്ച് ഞങ്ങളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ കുറവുകൾ പരിഹരിച്ച് ഈ നാളുകളിൽ ശക്തിയോടെ നിൽക്കുവാൻ ദൈവമേ, ശക്തിയോടെ ഉണർന്ന് നിൽക്കുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ, ആത്മാവിൽ ജാഗരിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവമേ ഹല്ലേലൂയ ഹല്ലേലൂയ, ഞങ്ങൾ നേരിടുന്ന എല്ലാ വിഷയങ്ങളിലും ദൈവമേ ആത്മീയമായി ഞങ്ങൾ അടുത്ത തലങ്ങളിലോട്ട് ഉയർന്ന് അപ്പാ ഞങ്ങൾ കാണപ്പെടുവാൻ ദൈവമേ ഹല്ലേലൂയ മടിച്ച് പിന്മാറാൻ വേണ്ടിയല്ല കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, കൈപ്പത്തി പോലെ മേഘം കാണുന്ന സാഹചര്യങ്ങൾ വരെ കർത്താവേ ഞങ്ങൾ ഉറപ്പോടെ നിൽക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവേ ഹല്ലേലൂയ 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 ദൈവമേ ഹല്ലേലൂയ അവരവൻ്റെ നാളുകൾ കാണപ്പെടുവാൻ ദൈവമേ ഞങ്ങൾ തളർന്നു പോകാതെ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്ന അപ്പ. വിശുദ്ധിയോടെ വേർപാടോടെ ഞങ്ങളെ നിർത്തണമേ അപ്പ. ദൈവമേ ഞങ്ങളെ താങ്ങണമേ അപ്പ. ദൈവമേ ഹല്ലേലൂയ ഹല്ലേലൂയ, ഓരോ ദിവസവും കർത്താവേ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങൾ വഴി നടത്തണമേ അപ്പ.
നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ, കൃപയിൽ പൊതിയണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയുടെ ഓർത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ, വിശേഷാൽ ഇന്ന് പകലും രാത്രിയിലും കർത്താവേ നിന്റെ വചനം ശുശ്രൂഷിച്ച അവിടുത്തെ വിലയേറിയ ദാസന്റെ മേൽ ഇന്നും എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരം ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ. സമാധാനത്തോടെ എല്ലാവർക്കും പിരിഞ്ഞു പോകാം. നാളെ രാവിലെ 8:30 മണിക്ക് സൺഡേ സ്കൂളും 10 മണിക്ക് ആരാധനയും ഉണ്ടായിരിക്കുന്നതാണ്. കർത്തൃമേശയും നാളെ ഉണ്ടായിരിക്കും. പ്രാർത്ഥനാപൂർവം സംബന്ധിക്കുക.